السلام عليكم ورحمة الله. الحمد لله رب العالمين. نصلي ونسلم على نبينا محمد وآله وأصحابه وسلم. വളരെ പ്രിയമുള്ള സഹോദരന്മാരെ, സഹോദരികളെ, നിങ്ങളിൽ എല്ലാവരിലും ദയാലുവായ രക്ഷിതാവിന്റെ സമാധാനവും ശാന്തിയും അനുഗ്രഹങ്ങളും സദാ ഉണ്ടാകുമാറാകട്ടെ എന്ന് ആദ്യമായി ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയാണ്. പലപ്പോഴും മതപ്രഭാഷണങ്ങൾ എന്ന പേരിൽ ഇങ്ങനെ തെരുവുകളിൽ സംഘടിപ്പിക്കുന്ന പ്രോഗ്രാമുകൾ, പ്രസംഗങ്ങൾ സാധാരണക്കാരായ ആളുകൾക്ക് ഒരു ശല്യമായി മാറിയ കാലമാണ് നമ്മുടെ കാലം. കാരണം പരസ്പരമുള്ള ചീത്തവിളിയും അപഹാസ്യവും തെറിവിളിയും ആക്ഷേപവും ശത്രുക്കളെ അടിച്ചു നിരത്തുന്ന പ്രസംഗങ്ങളുമൊക്കെയായി മതപ്രസംഗങ്ങൾ പോലും മാറിയ വളരെ പരിതാപകരമായ വേദനാജനകമായ ഒരു അന്തരീക്ഷം നമ്മുടെ ചുറ്റുമുണ്ട്. ആകാശത്തിന്റെ ചുവട്ടിൽ ഒരു മനുഷ്യൻ ഏറ്റവും സ്നേഹത്തോടുകൂടി പറയേണ്ട കാര്യമാണ് മതത്തെക്കുറിച്ചുള്ള കാര്യം. അത് വലിയ ശബ്ദത്തിൽ പറയേണ്ട കാര്യമല്ല, അത് തൊണ്ട കൊണ്ട് പറയേണ്ട കാര്യമല്ല, അത് ഹൃദയം കൊണ്ട് പറയേണ്ട കാര്യമാണ്. ഹൃദയം കൊണ്ടുള്ള സംസാരം അത് കേൾക്കുന്ന ആളിന്റെ ഹൃദയത്തിലാണ് ചെന്ന് തട്ടുക. തൊണ്ട കൊണ്ടുള്ള സംസാരം, അലറുന്ന വാക്കുകൾ, തെറിവിളിക്കുന്ന പ്രയോഗങ്ങൾ, ശത്രുവിനെ അടിച്ചു നിരത്തുന്ന സംസാരങ്ങൾ, അതൊക്കെ മതത്തെ തന്നെ തെറ്റിദ്ധരിക്കുവാനുള്ള ഉപായങ്ങളായി മാറും എന്നതാണ് വാസ്തവം. ഇസ്ലാം എന്ന വാക്കിന്റെ തന്നെ അർത്ഥം സമാധാനം എന്നാണ്. സമാധാനം എന്ന പേരുള്ള ഒരു മതത്തിന്റെ ആളുകൾക്ക് എങ്ങനെയാണ് സമാധാനം തകർക്കുന്ന, പരസ്പരമുള്ള ഐക്യവും സ്നേഹവും തകർക്കുന്ന രീതിയിൽ സംസാരിക്കാൻ കഴിയുന്നത് എന്ന് എത്ര ആലോചിച്ചിട്ടും നമുക്ക് മനസ്സിലാകുന്നില്ല. ഈ ഹൃദയത്തിന്റെ ഭാഷയിലുള്ള ഇസ്ലാമിന്റെ പ്രബോധനമാണ് ഇന്ന് ലോകം കാത്തിരിക്കുന്നത്. നിങ്ങൾക്കറിയുമോ, ബ്രിട്ടനിന്റെ ഇംഗ്ലണ്ടിന്റെ വളരെ പ്രസിദ്ധനായ ഭരണാധികാരിയായിരുന്നു ടോണി ബ്ലെയർ. ടോണി ബ്ലെയറിനെ അറിയാത്ത ആളുകൾ വളരെ കുറവേ ഉണ്ടാവുള്ളൂ. അത്രയും പ്രശസ്തനായ ഒരു ഭരണാധികാരിയാണ് ടോണി ബ്ലെയർ. ടോണി ബ്ലെയറിന്റെ ഭാര്യയുടെ സഹോദരി ഒരു വർഷം മുമ്പാണ് ഇസ്ലാമിലേക്ക് കടന്നു വന്നത്. ഒരു സാധാരണക്കാരിയായ സ്ത്രീയല്ല അവര്, നല്ല ലോക പരിചയമുള്ള ഒരു പത്രപ്രവർത്തകയാണ്. അവരുടെ പേര് ലോറൻ ബൂത്ത് എന്നാണ്. ലോറൻ ബൂത്ത് ഇസ്ലാമിലേക്ക് കടന്നു വന്നു എന്ന് മാത്രമല്ല, ഇന്ന് ലോകം മുഴുവനും കൊതിയോടുകൂടി കാത്തിരിക്കുന്ന ഇസ്ലാമിക പ്രഭാഷകയായി മാറിയിരിക്കുന്നു ലോറൻ ബൂത്ത്. വിശുദ്ധ ഖുർആനും തിരുവചനങ്ങളും ആ നാവിൽ നിന്ന് കേൾക്കുവാൻ വേണ്ടി ലോകം മുഴുവനുമുള്ള ശ്രോതാക്കൾ ആർത്തിയോടുകൂടി കാത്തിരിക്കുന്ന ഒരു സന്ദർഭം നിങ്ങൾ ആലോചിച്ചു നോക്കൂ. ടോണി ബ്ലെയറിന്റെ ഭാര്യയുടെ സഹോദരി ഇസ്ലാമിലേക്ക് കടന്നു വരിക എന്ന് പറഞ്ഞാല് അത് ചെറിയൊരു സംഗതിയല്ല. അതുകൊണ്ട് തന്നെ ഇസ്ലാമിനെതിരെയുള്ള പ്രചാരവേലകൾ ഏറ്റവും കൂടുതലായി പ്രചരിച്ചത് വളരെ അടുത്ത കാലത്താണ്. നമുക്കറിയാം, സിനിമ കൊണ്ട്, കാർട്ടൂണ് കൊണ്ട്, മറ്റു പലതരത്തിലുള്ള സൂത്രങ്ങൾ കൊണ്ട് ഇസ്ലാമിന്റെ വളർച്ചയെ തടയുവാനുള്ള ശ്രമങ്ങൾ ലോകത്ത് പല ഭാഗങ്ങളിലുണ്ട്. പക്ഷെ അങ്ങനെ ശ്രമിക്കുന്ന ആളുകളുടെ കൺമുന്നിലാണ് ഇത്രയധികം ആളുകൾ സ്വീകരിക്കുന്ന മതമായി, ഇത്രയധികം വായിക്കപ്പെടുന്ന ഗ്രന്ഥമായി വിശുദ്ധ ഖുർആൻ മാറിക്കൊണ്ടിരിക്കുന്നത്. നമ്മുടെ ഇന്ത്യയുടെ വളരെ അടുത്ത രാജ്യമാണ് നേപ്പാൾ, അല്ലെ? നേപ്പാളിലെ പ്രസിദ്ധയായ ഒരു സിനിമാ നടിയുണ്ട്. അവരുടെ പേര് പൂജ ലാമ എന്നാണ്. പൂജ ലാമ വളരെ ചെറിയ പ്രായത്തിലെ നേപ്പാളിലെ സിനിമാ രംഗത്ത് വളരെ പ്രസിദ്ധിയാർജിച്ച ഒരു ചലച്ചിത്ര നടിയാണ്. 6 മാസങ്ങൾക്ക് മുമ്പ് അവര് ഒരു ഷൂട്ടിങ്ങിന് വേണ്ടിയിട്ട് ഖത്തറിലേക്ക് പോകുന്ന സമയത്ത് അവരുടെ വിമാനം 2 മണിക്കൂർ വൈകിപ്പോയി. സ്വാഭാവികമായും അത്ര സമയം അവര് എയർപോർട്ടിൽ കാത്തിരിക്കുകയാണ്. അവരുടെ തൊട്ടടുത്ത സീറ്റിലിരിക്കുന്ന വളരെ സുമുഖനായ സുന്ദരനായ ഒരു ചെറുപ്പക്കാരൻ, 25 വയസ്സ് മാത്രം പ്രായമുള്ള പൂജ ലാമ ആ ചെറുപ്പക്കാരനുമായിട്ട് വളരെ വേഗത്തിൽ സൗഹൃദത്തിലായി. അവര് നല്ല അടുപ്പത്തിലായി. സ്വാഭാവികമായും ആ അടുപ്പം, സുന്ദരിയായ ഒരു ചലച്ചിത്ര നടിയോടുള്ള അടുപ്പം ഏതു വിധത്തിലും ദുരുപയോഗപ്പെടുത്താൻ ആ ചെറുപ്പക്കാരന് കഴിയുമായിരുന്നു.
പക്ഷേ കിട്ടിയ 2 മണിക്കൂർ മുഴുവനും അഹമ്മദ് മുനീർ എന്ന ആ ചെറുപ്പക്കാരൻ പൂജാലാമ എന്ന ചലച്ചിത്ര നടിയോട് സംസാരിച്ചത്, പറഞ്ഞുകൊടുത്തത്, പങ്കുവച്ചത്, ഹൃദയത്തിന്റെ ഭാഷയിൽ പങ്കുവച്ചത് ദയാലുവായ ഒരു ദൈവത്തെക്കുറിച്ചായിരുന്നു. പൂജാലാമ തന്നെ പറയുകയാണ്, ആ ചെറുപ്പക്കാരൻ എന്നോട് ചോദിച്ച ഒരു ചോദ്യമുണ്ട്. അതിങ്ങനെയാണ്: നിങ്ങൾ ചെയ്യുന്ന ഏതൊരു തെറ്റും ഏതൊരു പാപവും നിങ്ങൾക്ക് ആരിൽ നിന്നും മറച്ചുവെക്കാൻ കഴിയും? ഒരേ പുതപ്പിനുള്ളിൽ കഴിയുന്ന ഭർത്താവിനെ ഭാര്യയ്ക്ക് മനോഹരമായി ചതിക്കാം, പറ്റിക്കാം. അങ്ങനെ പറ്റിക്കുന്നുണ്ട്. തൊട്ടടുത്ത് കിടക്കുന്ന ഭർത്താവിനെ ഭാര്യയ്ക്ക്, തൊട്ടടുത്ത് കിടക്കുന്ന ഭാര്യയെ ഭർത്താവിന് ഒക്കെ പറ്റിക്കുകയും ചതിക്കുകയും ചെയ്യാം. ചതിക്കുവാനും പറ്റിക്കുവാനും വഞ്ചിക്കാനുമുള്ള സൗകര്യങ്ങൾ പെരുകിയ ഒരു കാലമാണ് നമ്മുടെ കാലം. എന്നാൽ നിങ്ങൾ ചെയ്യുന്ന എത്രയും സൂക്ഷ്മമായ ഒരു പാപവും ലോകത്തുള്ള എല്ലാ മനുഷ്യരുടെ കണ്ണിൽ നിന്നും ക്യാമറയിൽ നിന്നും നിങ്ങൾക്ക് ഒളിച്ചുവെക്കാൻ കഴിഞ്ഞാലും ആ തിന്മ കണ്ടുകൊണ്ട് ഈ ലോകത്തിന്റെ പിന്നിൽ ഒരാളുണ്ട് എന്ന കാര്യം നിങ്ങൾക്ക് നിഷേധിക്കുവാൻ കഴിയുമോ എന്നാണ് അഹമ്മദ് മുനീർ പൂജാലാമയോട് ചോദിച്ചത്. പൂജാലാമ പറയുകയാണ്, ആ ചോദ്യം എനിക്ക് വല്ലാത്തൊരു ഷോക്കായിരുന്നു. ഇത്ര മനോഹരമായി ദൈവത്തെക്കുറിച്ച് എനിക്ക് അതുവരെ ആരും പറഞ്ഞു തന്നിട്ടില്ല. ഇത്ര ഹൃദ്യമായി ഹൃദയത്തിൽ തട്ടുന്ന വിധത്തില് ആരാണ് ദൈവം, ആ ദൈവത്തിന്റെ സാന്നിധ്യത്തിന്റെ മഹത്വം എത്രമേൽ വലുതാണ് എന്ന കാര്യം ഇത്ര മനോഹരമായി. രവീന്ദ്രനാഥ ടാഗോറിന്റെ ഒരു വരിയുണ്ട്: ദൈവമേ നിന്റെ വാക്കുകൾ എത്ര ലളിതമാണ്, ദൈവമേ നിന്റെ വാക്കുകൾ എത്ര ലളിതമാണ്, പക്ഷെ നിന്നെക്കുറിച്ച് പറയുന്നവരുടെ വാക്കുകൾ അത്രയൊന്നും ലളിതമല്ലല്ലോ എന്ന്. അതീവ ലളിതമായി ആരാണ് ദൈവം എന്ന് ആ ചെറുപ്പക്കാരൻ പൂജാലാമയ്ക്ക് പറഞ്ഞുകൊടുത്തു. ദൈവത്തെക്കുറിച്ച് ആ ചലച്ചിത്ര നടി കൂടുതലായി അന്വേഷിച്ചു. സ്വാഭാവികമായും ആ അന്വേഷണം അഹമ്മദ് മുനീറിന്റെ മതത്തെക്കുറിച്ചുള്ള സംസാരത്തിലേക്ക് ചെന്നെത്തി. ഇസ്ലാമിനെ കുറിച്ച് പറഞ്ഞുകൊടുത്തു. ഇസ്ലാമിന്റെ തെളിമയാർന്ന ആദർശ മഹത്വത്തെക്കുറിച്ച് പറഞ്ഞുകൊടുത്തു. ഇസ്ലാമിന്റെ അനിതരമായ സമാധാനത്തിന്റെ തീരത്തെക്കുറിച്ച് പറഞ്ഞുകൊടുത്തു. ഖത്തറിലെ ഷൂട്ടിംഗ് ക്യാൻസൽ ചെയ്തിട്ട് നേപ്പാളിന്റെ തലസ്ഥാനമായ കാഠ്മണ്ഡുവിലേക്ക് തിരിച്ചുവന്ന് പത്രക്കാരെ മുഴുവനും വിളിച്ചുകൂട്ടി. മക്കനെ അണിഞ്ഞപ്പോൾ കൂടുതൽ സുന്ദരമായ മുഖത്തോടുകൂടി പൂജാലാമ ലോകത്തോട് വിളിച്ചു പറഞ്ഞു, ഇനി എന്റെ പേര് പൂജാലാമ എന്നല്ല, ഇനി എന്റെ പേര് അംന ഫാറൂഖിയാണ് എന്ന് ഇസ്ലാമിലേക്ക് കടന്നു വന്നു. ചരിത്രാതീത കാലത്തെന്നോ നടന്ന ഒരു സംഭവമല്ല നമ്മൾ പറഞ്ഞത്. 6 മാസങ്ങൾക്ക് മുമ്പ് നമ്മുടെ തൊട്ടടുത്ത രാജ്യമായ നേപ്പാളിലെ ഒരു ചലച്ചിത്ര നടിയുടെ മനസ്സിന്റെ ഉള്ളിൽ നടന്ന ഒരു മഹാവിപ്ലവത്തെക്കുറിച്ചാണ്. എന്താണ് ആ ചലച്ചിത്ര നടി കണ്ടെത്തിയത്? ആ ചലച്ചിത്ര നടി കണ്ടെത്തിയത് ഒരു വെളിച്ചമാണ്, അല്ലേ? അതൊരു വെളിച്ചമാണ്. ഒരുപാട് വെളിച്ചങ്ങളുടെ നടുവിലാണ് നമ്മൾ ജീവിക്കുന്നത്. പക്ഷെ ഇതല്ല വെളിച്ചം, ഇതിനപ്പുറത്തൊരു വെളിച്ചമുണ്ട്. ആ വെളിച്ചമെങ്ങാനും ഒരാളുടെ ഉള്ളിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞാൽ അയാളുടെ മനസ്സിന്റെ ആഴങ്ങളിൽ അയാൾ അനുഭവിക്കുന്ന ഒരു ആഹ്ലാദമുണ്ട്. ആ ആഹ്ലാദത്തിന്റെ പേരാണ് യഥാർത്ഥത്തിൽ ഇസ്ലാം. അത്രയുള്ളൂ. ഇസ്ലാം അത്ര ലളിതമാണ്. ദൈവവിശ്വാസത്തിന്റെ തനിമ കൊണ്ട്, വിശുദ്ധി കൊണ്ട്, ഒരു കലർപ്പും കലരാത്ത ഏകദൈവാരാധനയുടെ മഹത്വം കൊണ്ട് ഒരാളുടെ ഉള്ളിൽ അനുഭവിക്കുന്ന സമാധാനത്തിന്റെ, ആഹ്ലാദത്തിന്റെ പേരാണ് ഇസ്ലാം. തൃശൂർ ജില്ലയിലെ പുന്നയൂർക്കുളം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഏറ്റവും കൂടുതൽ വലിയ പാരമ്പര്യമുള്ള ഹിന്ദു തറവാടുകൾ ഉള്ള പ്രദേശമാണ്. ആ പുന്നയൂർക്കുളത്തെ വളരെ പഴക്കമുള്ള ഒരു ഹൈന്ദവ തറവാട്ടിൽ ജനിച്ച ഒരു പെൺകുട്ടിയുണ്ട്. ആ പെൺകുട്ടിയുടെ അച്ഛൻ വളരെ പ്രസിദ്ധനാണ്. മാതൃഭൂമിയുടെ എഡിറ്ററായിരുന്ന ശ്രീ VM നായരാണ്. ആ പെൺകുട്ടിയുടെ അമ്മ അതിലേറെ പ്രശസ്തയാണ്. കേരളത്തിലെ മഹാകവയത്രിയായിരുന്ന ശ്രീമതി ബാലാമണി അമ്മയാണ്. ആ പെൺകുട്ടി വളരെ ചെറിയ ക്ലാസ് വരെ മാത്രമേ പഠിച്ചിട്ടുള്ളൂ. പക്ഷെ ചെറിയ പ്രായത്തിൽ തന്നെ മനോഹരമായ കവിതകൾ എഴുതിക്കൊണ്ടിരുന്നു. ആ കവിതകളൊക്കെ സഹൃദയരുടെ വായനയെ വല്ലാതെ സ്വാധീനിച്ചു.
കവയത്രി എന്ന പേരിൽ വളരെ പെട്ടെന്ന് തന്നെ പേരെടുത്തു. ഭർത്താവിന്റെ കൂടെ ബോംബെയിലേക്ക് പോയതോടുകൂടി ആ പെൺകുട്ടി ഇംഗ്ലീഷിലും കവിതകൾ എഴുതാൻ തുടങ്ങി. ഇംഗ്ലീഷിൽ അവരെഴുതിയ കവിതകൾ യൂറോപ്യൻ രാജ്യങ്ങളിൽ നിന്നുള്ള പ്രസിദ്ധീകരണങ്ങളിൽ പോലും അച്ചടിച്ചു വന്നു. എന്നു മാത്രമല്ല, അവരുടെ കവിതകൾ പടിഞ്ഞാറൻ രാജ്യങ്ങളിലുള്ള സർവകലാശാലകളിലെ പാഠപുസ്തകമായിട്ട് വരെ പുറത്തു വന്നു. അത്രയധികം പ്രശസ്തിയുടെ മഹാഗോപുരങ്ങളിൽ ആ പെൺകുട്ടി ജീവിക്കുന്ന കാലത്താണ് അവർക്ക് വിശുദ്ധ ഖുർആൻ ലഭിക്കുന്നത്. ആ ഖുർആനിന്റെ വരികളിലൂടെ ആ പെൺകുട്ടിയുടെ കണ്ണും മനസ്സും ഒരുപോലെ സഞ്ചരിച്ചു. വിശുദ്ധ ഖുർആനിലെ സൂറത്ത് ഇബ്രാഹിമിലെ ഒരു വചനം ആ പെൺകുട്ടിയുടെ, ആ കവയത്രിയുടെ, ലോകമറിയുന്ന ആ കവയത്രിയുടെ മനസ്സിനെ സ്വാധീനിച്ചു. ആ വചനം ഇങ്ങനെയാണ്: അല്ലാഹു നൂറുസ്സമാവാതി വൽ അർദ്. അല്ലാഹു നൂറുസ്സമാവാതി വൽ അർദ്. അല്ലാഹു സാക്ഷാൽ ദൈവം, സാക്ഷാൽ ഈശ്വരൻ, സാക്ഷാൽ കർത്താവ് ആകാശഭൂമികളുടെ പ്രകാശമാകുന്നു. ആകാശഭൂമികളുടെ പ്രകാശമാകുന്നു സാക്ഷാൽ ദൈവം എന്നാണ് ആ വചനം. കവയത്രിയായ ആ പ്രസിദ്ധയായ സ്ത്രീയുടെ മനസ്സിൽ ആ വചനങ്ങൾ ഒരു പ്രകമ്പനമാണ് സൃഷ്ടിച്ചത്. ഖുർആനിന്റെ വായന അവരുടെ പതിവ് വായനയായി മാറി. ഖുർആനിന്റെ വരികളിൽ നിന്ന് വരികളിലേക്കുള്ള സഞ്ചാരം, പേജുകളിൽ നിന്ന് പേജുകളിലേക്കുള്ള സഞ്ചാരം, ഖുർആനിന്റെ ആശയങ്ങളുടെ ആഴങ്ങളിലേക്കുള്ള സഞ്ചാരം, ആ സഞ്ചാരം അവരെ ഇസ്ലാമിലേക്ക് കൊണ്ടെത്തിച്ചു. 2001 ഫെബ്രുവരി 7-ാം തീയതി തിരുവനന്തപുരത്ത് വെച്ച് നടന്ന കേരള ലൈബ്രറി കൗൺസിലിന്റെ വാർഷിക സമ്മേളനം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് ആ സ്ത്രീ, ആ കവയത്രി, പ്രസിദ്ധയായ എഴുത്തുകാരി പർദ്ദയും മഫ്തയും അണിഞ്ഞുകൊണ്ട് പ്രഖ്യാപിച്ചു, ഇനി എന്റെ പേര് മാധവിക്കുട്ടി എന്നല്ല, ഇനി എന്റെ പേര് സുറയ്യ എന്നാണ് എന്ന്. സുറയ്യ എന്ന വാക്കിന്റെ അർത്ഥം വെള്ളി നക്ഷത്രം എന്നാണ്. ഇസ്ലാമിന്റെ സമാധാനത്തിന്റെ തീരത്തിലേക്ക് ഒരു വെള്ളി നക്ഷത്രമായി ലോകമറിയുന്ന കമലാദാസ്, കേരളമറിയുന്ന മാധവിക്കുട്ടി കടന്നു വരികയാണ് ഉണ്ടായത്. എന്താണ് മാധവിക്കുട്ടിയുടെ ജീവിതത്തിൽ സംഭവിച്ചത്? നമ്മുടെ ഇടയിൽ നിന്ന് സംഭവിച്ച ഒരു കാര്യമല്ലേ ഇത്? ചരിത്രാതീത കാലത്ത് എവിടെയോ നടന്നതല്ല. വളരെ പ്രസിദ്ധയായ ഒരു സ്ത്രീ, എഴുത്തുകാരി, വളരെ പ്രസിദ്ധമായ ഒരു ഹൈന്ദവ തറവാട്ടിൽ ജനിച്ച ഒരു സ്ത്രീ എന്തുകൊണ്ട് ഇസ്ലാമിനെ തെരഞ്ഞെടുത്തു? നമ്മൾ അന്വേഷിക്കേണ്ട ഒരു വിഷയമല്ലേ ഇത്? ലോകത്ത് ഒരുപാട് മതങ്ങളുണ്ടല്ലോ, ഒരുപാട് ദർശനങ്ങളുണ്ടല്ലോ. ആ ദർശനങ്ങളുടെ സഞ്ചാര വേഗങ്ങളിലേക്കല്ല സഞ്ചരിച്ചത്, മറിച്ച് ഇസ്ലാമിലേക്കാണ് കടന്നുപോയത്. കഴിഞ്ഞ ആഴ്ച പുറത്തിറങ്ങിയ മാതൃഭൂമി ആഴ്ചപ്പതിപ്പ്, ആ മാതൃഭൂമി ആഴ്ചപ്പതിപ്പില് ഈ അടുത്ത് അന്തരിച്ച വളരെ പ്രസിദ്ധനായ കമ്മ്യൂണിസ്റ്റ് സൈദ്ധാന്തികൻ ശ്രീമാൻ പി ഗോവിന്ദപിള്ളയുമായി ഒരു അഭിമുഖമുണ്ട്. പി ഗോവിന്ദപിള്ള എന്ന് പറഞ്ഞാൽ കേരളത്തിൽ ജീവിച്ച അസാധാരണ ധിഷണയുള്ള ഒരു ബുദ്ധിജീവിയായിരുന്നു. വായനയായിരുന്നു ആ ജീവിതം നിറയെ. ലക്ഷോപലക്ഷം വരുന്ന പുസ്തകങ്ങളിലൂടെയുള്ള സഞ്ചാരമായിരുന്നു. സാധാരണക്കാരനായ ഒരാളല്ല, വായനയായിരുന്നു ആ ജീവിതം. അക്ഷരങ്ങളിലൂടെയായിരുന്നു ആ ആയുസ്. അങ്ങനെ അക്ഷരങ്ങളിലൂടെ കടന്നുപോയ ശ്രീ പി ഗോവിന്ദപിള്ളയുമായി കഴിഞ്ഞ മാതൃഭൂമി ആഴ്ചപ്പതിപ്പില് അദ്ദേഹവുമായി നടന്ന അവസാനത്തെ ഇന്റർവ്യൂ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. ആ അവസാനത്തെ ഇന്റർവ്യൂവിലെ അവസാനത്തെ ചോദ്യവും അതിന്റെ ഉത്തരവും നിങ്ങളൊന്ന് കേൾക്കണം. ഞാനതൊന്ന് വായിക്കാം. പി ഗോവിന്ദപിള്ളയുമായി നടന്ന അവസാനത്തെ അഭിമുഖത്തിലെ അവസാനത്തെ ചോദ്യം ഇങ്ങനെയാണ്. പി ജി എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന്റെ സുഹൃത്തുക്കൾ അദ്ദേഹത്തെ വിളിക്കുന്ന പേരാണ് പി ഗോവിന്ദപിള്ള. പി ജിക്ക് ജീവിതത്തിൽ ഒരു മതം തെരഞ്ഞെടുക്കേണ്ടി വരുമായിരുന്നു എങ്കിൽ ഏതു മതമാണ് തെരഞ്ഞെടുക്കുക? വളരെ പ്രസക്തമായൊരു ചോദ്യമാണ്. ആ ചോദ്യത്തിന് അദ്ദേഹം നൽകുന്ന ഉത്തരം കേൾക്കണം. ഇങ്ങനെയാണ്: ജീവിതത്തിൽ ഒരു മതത്തിന്റെ ആവശ്യം എനിക്ക് ഇതുവരെ ഉണ്ടായിട്ടില്ല. നിലവിലുള്ള മതങ്ങളിൽ ഏറ്റവും നല്ല മതമായി ഞാൻ അനുഭവിച്ചത് ഇസ്ലാമിനെയാണ്. പുണ്യഗ്രന്ഥങ്ങളിൽ വെച്ച് ഏറ്റവും നല്ല ഗ്രന്ഥമായി എനിക്ക് അനുഭവം തോന്നിയത് വിശുദ്ധ ഖുർആനിനോടാണ്. നിലവിലുള്ള മതങ്ങളിൽ
ഏറ്റവും നല്ല അഭിപ്രായം എനിക്ക് തോന്നിയിട്ടുള്ളത് ഇസ്ലാമിനോടാണ്. നിലവിലുള്ള പുണ്യഗ്രന്ഥങ്ങളിൽ എനിക്ക് ഏറ്റവും അഭിപ്രായം തോന്നിയിട്ടുള്ളത് വായനയുടെ മഹാസാഗരങ്ങളിലേക്ക് ഊളിയിട്ടിറങ്ങിയ ആയുഷ്കാലത്തിന്റെ അടയാളമായി പി ഗോവിന്ദപിള്ള പറഞ്ഞു വെക്കുന്നു, അത് വിശുദ്ധ ഖുർആനാണ് എന്ന്. ഇങ്ങനെ ഒരു ചോദ്യവും അതിന്റെ ഉത്തരവും പ്രസിദ്ധീകരിക്കുവാൻ ധൈര്യം കാണിച്ച, മാതൃഭൂമിയോടുള്ള എല്ലാ കടപ്പാടുകളും രേഖപ്പെടുത്തിക്കൊണ്ട് നമ്മളൊന്ന് പറയാം, നമുക്ക് അഭിമാനത്തോടുകൂടി പറയാം, പി ഗോവിന്ദപിള്ള എന്ന ദിഷണാശാലിയുടെ വായനാ പ്രപഞ്ചത്തിലേക്ക് കടന്നു വന്ന ലക്ഷോപലക്ഷം വരുന്ന പുസ്തകക്കൂട്ടങ്ങളിൽ നിന്ന് അദ്ദേഹം തെരഞ്ഞെടുക്കുകയാണ് അത് വിശുദ്ധ ഖുർആനാണ്. എന്താണ് അവിടെ സംഭവിച്ചത്? അദ്ദേഹം ഈ വെളിച്ചത്തിലേക്ക് കടന്നു വന്നോ ഇല്ല എന്നുള്ളത് അദ്ദേഹത്തിന്റെ തീരുമാനവുമായി ബന്ധപ്പെട്ട ഒരു കാര്യമാണ്. പക്ഷെ ഇതൊരു അഭിപ്രായമാണ്. ഇസ്ലാം ഒരു വെളിച്ചമാണ് എന്ന് കണ്ടെത്തിയ ഒരു ദിഷണാശാലിയുടെ അഭിപ്രായ പ്രകടനമാണ്. എന്താണത്? അതാണ് നമ്മൾ നേരത്തെ പറഞ്ഞത്. അതൊരു സാക്ഷാൽ വെളിച്ചമാണ്. ഇതൊക്കെ വെളിച്ചമാണ്. നമ്മൾ ഒരുപാട് വെളിച്ചങ്ങളുടെ നടുവിലാണ് ജീവിക്കുന്നത്. പക്ഷെ ഇതല്ല വെളിച്ചം. ഇതിനപ്പുറത്തൊരു വെളിച്ചമുണ്ട്. വെളിച്ചമാണ് സത്യം, ഇരുട്ട് സത്യമല്ല. ഇരുട്ട് എന്ന് നമ്മൾ പറയുന്നത് വെളിച്ചമില്ലാത്ത അവസ്ഥയ്ക്കാണ്. അതുകൊണ്ടാണ് ഇരുട്ടുള്ള ഒരു സ്ഥലത്തേക്ക് നമ്മൾക്ക് വെളിച്ചം കൊണ്ടുവരാൻ കഴിയും, പക്ഷെ വെളിച്ചമുള്ള ഒരു സ്ഥലത്തേക്ക് ഇരുട്ട് കൊണ്ടുവരാൻ കഴിയൂല. അവിടെയുള്ള വെളിച്ചത്തെ ഇല്ലാതെയാക്കുവാൻ മാത്രമേ കഴിയുകയുള്ളൂ, അല്ലേ? അതെ. അപ്പൊ അങ്ങനെയാണെങ്കിൽ വെളിച്ചങ്ങളുടെ കൂട്ടത്തിലെ ഏറ്റവും വലിയ വെളിച്ചമാണ്, ഏറ്റവും സത്യമായ വെളിച്ചമാണ് ദൈവത്തെക്കുറിച്ചുള്ള അറിവ്. നമ്മുടെ തൊട്ടടുത്ത നാടാണല്ലോ തമിഴ്നാട്. തമിഴ്നാട്ടിൽ ജീവിച്ച, തമിഴ്നാട് കണ്ട ഏറ്റവും ദിഷണാശാലിയായ എഴുത്തുകാരനും കവിയും ഗാനരചയിതാവും ചലച്ചിത്ര സംവിധായകനും ഒക്കെയായിരുന്നു അടിയാർ രാമ അയ്യർ. രാഷ്ട്രീയക്കാരനുമായിരുന്നു. ശ്രീ എം കരുണാനിധിയുടെ പാർട്ടിയായ DMK എന്ന പാർട്ടിയുടെ ആദ്യകാല നേതാക്കളിൽ ഒരാളായിരുന്നു അടിയാർ രാമ അയ്യർ. പ്രസിദ്ധനായ ചലച്ചിത്ര സംവിധായകനായിരുന്നു. രജനീകാന്ത് അടക്കമുള്ള നടീനടന്മാരെ ചലച്ചിത്ര രംഗത്തേക്ക് കൊണ്ടുവന്ന ആദ്യകാല സംവിധായകനാണ് അടിയാർ രാമ അയ്യർ. ചില്ലറക്കാരനല്ല. 1970-കളില് അടിയന്തരാവസ്ഥ കാലത്ത് ഒരുപാട് പ്രസ്ഥാനങ്ങൾ നിരോധിക്കപ്പെട്ടു. നമ്മുടെ സഹോദര സംഘടനയായ ജമാഅത്തെ ഇസ്ലാമി അന്ന് നിരോധിക്കപ്പെട്ടിരുന്നു. അങ്ങനെ ഒരുപാട് പ്രസ്ഥാനങ്ങളും പാർട്ടികളും ഒക്കെ നിരോധിക്കപ്പെട്ടു. ആ കൂട്ടത്തിൽ ദ്രാവിഡ മുന്നേറ്റ കഴകം എന്ന DMK എന്ന പാർട്ടിയും നിരോധിക്കപ്പെട്ടു. സ്വാഭാവികമായും അവരുടെ പ്രമുഖ നേതാവും അവരുടെ പത്രമായ മുരശ്വലി എന്ന പത്രത്തിന്റെ എഡിറ്ററുമായ അടിയാർ രാമ അയ്യർ അടക്കമുള്ള നേതാക്കളൊക്കെ ജയിലിലടക്കപ്പെട്ടു. അടിയാർ കടന്ന ജയിലിലെ സെല്ലില് അദ്ദേഹത്തിന്റെ കൂട്ടുകാരായ ആരും ഉണ്ടായിരുന്നില്ല. അവിടെ സലീം എന്ന ഒരു മുസ്ലിം ചെറുപ്പക്കാരൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ആ ചെറുപ്പക്കാരന്റെ പെരുമാറ്റം, അവന്റെ സംസ്കാരം, അവന്റെ ജീവിത രീതി ഇത് അടിയാറിന് വളരെ പെട്ടെന്ന് തന്നെ ഇഷ്ടപ്പെട്ടു. അദ്ദേഹത്തിന് ആ ചെറുപ്പക്കാരനോട് ഒരടുപ്പം തോന്നി. ഒരു രാത്രിയിൽ പാതിരാവും പിന്നിട്ടതിന് ശേഷം അടിയാറ് കിടന്നുറങ്ങുമ്പോ ഒരു കരച്ചില് കേട്ടുകൊണ്ട്, വിതുമ്പിയുള്ള ഒരു കരച്ചില് കേട്ടുകൊണ്ട് അടിയാർ ഉണർന്നു നോക്കുകയാണ്. ഉണർന്നു നോക്കുമ്പോൾ കാണുന്നത് ഒരു പുസ്തകം മുഖത്ത് അമർത്തി വെച്ചുകൊണ്ട് ഈ സലീം എന്ന ചെറുപ്പക്കാരൻ കരയുകയാണ്. അദ്ദേഹം വന്നിട്ട് ആശ്വസിപ്പിച്ചു, മോനെ കരയല്ലേ എന്ന് പറഞ്ഞു. അപ്പോൾ അഹമ്മദ് സലീം എന്ന ആ ചെറുപ്പക്കാരൻ പറഞ്ഞു, നിങ്ങൾ എന്നെ ആശ്വസിപ്പിക്കൊന്നും വേണ്ട, ഞാൻ സങ്കടം കൊണ്ടല്ല കരയുന്നത്, ഞാൻ സന്തോഷം കൊണ്ടാണ് കരയുന്നത്. സന്തോഷം കൊണ്ടോ? അതെ, ഞാനിവിടെ എത്തിയത് കുറ്റം ചെയ്യാതെയാണ്. ഞാൻ നിരപരാധിയാണ്. നിരപരാധിയായ എന്റെ മേൽ കുറ്റം ചാർത്തിയിട്ട് പോലീസ് എന്നെ ഇവിടെ കൊണ്ടുവന്നിട്ടതാണ്. എന്നെ പോലീസ് ഉപദ്രവിക്കുന്നു, പക്ഷെ ഞാൻ ആ കുറ്റം ചെയ്തിട്ടില്ല. എന്റെ കുടുംബം എന്നെ തെറ്റിദ്ധരിച്ചു പോയി, എന്റെ ഭാര്യ എന്നെ തെറ്റിദ്ധരിച്ചിരിക്കുന്നു, എന്റെ സുഹൃത്തുക്കൾ എന്നെ കുറ്റപ്പെടുത്തുന്നു, പക്ഷെ എനിക്കറിയാം ഞാൻ ആ തെറ്റ് ചെയ്തിട്ടില്ല എന്ന്. എല്ലാവർക്കും അറിയില്ലെങ്കിൽ, ഒരാൾക്കും ഈ ലോകത്ത് അറിയില്ലെങ്കിലും ഏറ്റവും നന്നായി അതറിയുന്ന ഒരാള് ഉണ്ട്. അത് മറ്റാരുമല്ല, എന്റെ പടച്ചവനാണത്. എന്റെ പടച്ചവൻ അറിയാം ഞാൻ ആ കുറ്റം ചെയ്തിട്ടില്ല എന്ന്. ആ പടച്ചവനോട് എന്റെ മനസ്സിന്റെ ഉള്ളിൽ നിന്നുള്ള വേദനകൾ ഞാൻ പങ്കുവെച്ചു കഴിഞ്ഞപ്പോ, എന്റെ മനസ്സിന്റെ സങ്കടങ്ങൾ ഞാനൊന്ന് പങ്കുവെച്ചു കഴിഞ്ഞപ്പോ എന്റെ കണ്ണ് നിറഞ്ഞുപോയി, ഞാൻ കരഞ്ഞുപോയി. ആ കരച്ചിൽ കുറച്ച് ഉറക്കയായിപ്പോയി. നിങ്ങളുടെ ഉറക്കം നഷ്ടപ്പെടുത്തിയതിൽ നിങ്ങൾ എനിക്ക് മാപ്പ് തരണമെന്നാണ് അഹമ്മദ് സലീം
അടിയാർ രാമ അയ്യരോട് പറഞ്ഞത്. അടിയാർ ചോദിച്ചു, നിങ്ങൾ ഇടയ്ക്കിടയ്ക്ക് വായിക്കാറുള്ള ഈ പുസ്തകം ഏതാണ്? സലീം പറഞ്ഞു, ഇത് വിശുദ്ധ ഖുർആനാണ്. ഓ, വിശുദ്ധ ഖുർആൻ ഞാൻ കേട്ടിട്ടുണ്ട്, മുസ്ലിങ്ങളുടെ വേദഗ്രന്ഥമല്ലേ അത്? സലീം പറഞ്ഞു, അല്ല, മുസ്ലിങ്ങളുടെ വേദഗ്രന്ഥമൊന്നുമല്ല, ഇത് എല്ലാവരുടെയും വേദഗ്രന്ഥമാണ്, എല്ലാ മനുഷ്യരുടേതുമാണ്. ആണോ? എനിക്കിത് തൊടാൻ പറ്റുമോ? ഞാൻ ബ്രാഹ്മണനാണ്, എനിക്കിത് തൊടാൻ പറ്റുമോ? പറ്റും. എനിക്കിത് വായിക്കാൻ പറ്റുമെന്നാണ് നിങ്ങൾ പറയുന്നത്? പറ്റും. എനിക്കിത് വായിച്ച മനസ്സിലാകുമോ? മനസ്സിലാകും. ഇത് തമിഴിലേക്ക് പരിഭാഷപ്പെടുത്തിയ ഖുർആനാണ് എന്ന് പറഞ്ഞു. ആണോ? എന്നാൽ എനിക്കതൊന്ന് തരുമോ? ഞാനൊന്ന് വായിച്ചു നോക്കട്ടെ എന്ന് പറഞ്ഞു. പാതിരാവിന്റെ നിശബ്ദതയിൽ അഹമ്മദ് സലീം വിശുദ്ധ ഖുർആൻ അടിയാർ രാമ അയ്യരിന്റെ കയ്യിലേക്ക് വെച്ചു കൊടുത്തു. ഒരു പുസ്തകം കിട്ടിയാൽ നമ്മൾ വെറുതെ ഒന്ന് മറിച്ചു നോക്കുമല്ലോ. അടിയാർ ആ പുസ്തകം വെറുതെ ഒന്ന് മറിച്ചു നോക്കി. അടിയന്തരാവസ്ഥ കാലത്ത് ജയിലിലായ ആളുകളെ കുറിച്ച് നമ്മൾ കേട്ടിട്ടുണ്ട്. പോലീസിന്റെ അടുത്ത് നിന്ന് ക്രൂരമർദ്ദനങ്ങളായിരുന്നു അവർക്ക് കിട്ടിയിരുന്നത്. ഒരുപാട് പേടി നിറഞ്ഞ മനസ്സോടുകൂടി നിൽക്കുന്ന അടിയാർ രാമ അയ്യർ ഈ ലോകത്തെ ഏറ്റവും വലിയ പ്രകാശമായ വിശുദ്ധ ഖുർആൻ മറിച്ചു നോക്കുകയാണ്. ആദ്യമായി അദ്ദേഹത്തിന്റെ കണ്ണിൽപ്പെടുന്നത് വിശുദ്ധ ഖുർആൻ 2-ാം അധ്യായം സൂറത്തുൽ ബഖറയിലെ 150-ാമത്തെ വചനത്തിന്റെ അവസാനത്തെ വരിയാണ്. ആ വരി ഇങ്ങനെയാണ്, ഫലാ തഖ്ശൗഹും വഖ്ശൗനി, ഫലാ തഖ്ശൗഹും വഖ്ശൗനി. നിങ്ങൾ വേറെ ആരെയും പേടിക്കണ്ട. എന്തിനാണ് അവരെയൊക്കെ പേടിക്കുന്നത്? ആരെയും പേടിക്കണ്ട, എന്നെ മാത്രം പേടിക്കുക. എന്നെ മാത്രം നീ പേടിക്കുമ്പോ നിനക്ക് പിന്നെ ആരെയും എന്തിനേയും പേടിക്കേണ്ടി വരികയില്ല. അടിയാറ് പറയുകയാണ്, ചിറൈശാലയിലിരുന്ന് പള്ളിവാതിൽ വരെ എന്ന അദ്ദേഹത്തിന്റെ പ്രസിദ്ധമായ ഒരു ആത്മകഥയുണ്ട്. ആ ആത്മകഥയിൽ അദ്ദേഹം പറയുന്നുണ്ട്, മഴ കിട്ടാതെ തരിശായി കിടക്കുന്ന ഒരു ഭൂമിയിലേക്ക്, ഒരു മണ്ണിലേക്ക് അറിയാതെ പെയ്തിറങ്ങിയ ഒരു പുതുമഴ പോലെ എന്റെ മനസ്സിന് സാന്ത്വനം പകർന്ന വചനമായിരുന്നു ആ വചനം. അദ്ദേഹം ഖുർആൻ വായിക്കാൻ തുടങ്ങി. ആ വായന അവസാനം അദ്ദേഹത്തെ കൊണ്ടെത്തിച്ചത് ഇസ്ലാമിലേക്കായിരുന്നു. 1987 ജൂൺ മാസം 7-ാം തീയതി അടിയാർ രാമ അയ്യർ എന്ന പ്രതിപാദനനായ എഴുത്തുകാരൻ, സിനിമാ പ്രവർത്തകൻ, ഗാനരചയിതാവ്, രാഷ്ട്രീയക്കാരൻ അബ്ദുള്ള എന്ന പേര് സ്വീകരിച്ച് ഇസ്ലാമിലേക്ക് കടന്നു വന്നു. അബ്ദുള്ള അടിയാർ തമിഴ്നാട് ഇന്നോളം കണ്ടതിൽ വെച്ച് ഏറ്റവും നല്ല ഇസ്ലാമിക പ്രബോധകരിൽ ഒരാളാണ് അടിയാർ രാമ അയ്യർ. 1997 അദ്ദേഹം മരിക്കുന്നത്. 1991 അദ്ദേഹം കോഴിക്കോട്ട് വന്നിരുന്നു. 2.5 മണിക്കൂർ നേരമാണ് കോഴിക്കോട് ടൗൺ ഹാളിൽ അദ്ദേഹം പ്രസംഗിച്ചത്. ആ 2.5 മണിക്കൂർ നേരവും അദ്ദേഹം സംസാരിച്ചത് ഒരൊറ്റ വിഷയത്തെക്കുറിച്ചായിരുന്നു. ആ വിഷയം ഇതാണ്, ഫലാ തഖ്ശൗഹും വഖ്ശൗനി. എന്തിനാണ് ടെൻഷനും ഡിപ്രഷനും ആകുലതകളും വ്യാകുലതകളും ആധിയും വ്യാധിയുമായി കഴിയുന്നത്? ദയാലുവായ ഒരു രക്ഷിതാവിനെ തിരിച്ചറിയുമ്പോ അസാധാരണമായ മനസ്സിന്റെ ആഹ്ലാദവും ആനന്ദവും തിരിച്ചറിയാൻ കഴിയും. അങ്ങനെ തിരിച്ചറിഞ്ഞ ഒരാളാണ് നിങ്ങളുടെ മുന്നിൽ നിൽക്കുന്നത് എന്ന് സംസാരിക്കുകയാണ് അടിയാർ 2.5 മണിക്കൂർ നേരവും ചെയ്തത്. നാൻ കാതലിക്കും ഇസ്ലാം എന്ന പേരിൽ ഇസ്ലാമിനെ കുറിച്ച് മനോഹരമായ ഒരു പുസ്തകം അദ്ദേഹം എഴുതിയിട്ടുണ്ട്. ഞാൻ സൂചിപ്പിച്ചത്, ഇസ്ലാം എന്ന് പറഞ്ഞാൽ അതൊരു വെളിച്ചമാണ്. ഇസ്ലാമിനെ കുറിച്ച് പല രീതിയിലുള്ള വായനയും പല രീതിയിലുള്ള പ്രചാരണങ്ങളും നമ്മുടെ സമൂഹത്തിലുണ്ട്. ചില ആളുകൾ അതിന്റെ അനുഷ്ഠാനങ്ങളിലേക്ക് മാത്രം ശ്രദ്ധിച്ചിട്ട് പറയും ഇസ്ലാം ഒരു അനുഷ്ഠാനത്തിന്റെ മതമാണ്. ചില ആളുകൾ കുറച്ച് ആചാരങ്ങളിലേക്ക്, ചില അടയാളങ്ങളിലേക്ക് മാത്രം തിരിഞ്ഞിട്ട് പറയും ഇസ്ലാം കുറെ അടയാളങ്ങളുടെയും ആചാരങ്ങളുടെയും മതമാണ്. വേറെ ചില ആളുകൾ ഇസ്ലാമിനെ ഒരു സാംസ്കാരിക സംഘടനയാക്കിയിട്ട് മാറ്റും. എന്നാൽ ഖുർആൻ വായിച്ചാൽ നമുക്ക് മനസ്സിലാകുന്ന ഒരു കാര്യം, വിശുദ്ധ ഖുർആനിലൂടെ പരിചയപ്പെടുത്തുന്ന ഇസ്ലാം അതൊരു കൾച്ചറാണ്, അതൊരു സംസ്കാരമാണ്.
ഒരാളുടെ മനസ്സിന്റെ ഉള്ളിൽ നന്നാകുകയും അയാളുടെ പ്രവർത്തനങ്ങൾ നന്നാവുകയും അയാളുടെ ബന്ധങ്ങൾ നന്നാവുകയും അയാളുടെ കുടുംബ ജീവിതം നന്നാവുകയും അയാളുടെ സാമൂഹിക ജീവിതം നന്നാവുകയും അയാളുടെ രാഷ്ട്രീയ ബന്ധങ്ങൾ നന്നാവുകയും അയാളുടെ അയൽപ്പക്കം നന്നാവുകയും അയാളുടെ സൗഹൃദങ്ങൾ നന്നാവുകയും അയാളുടെ ജീവിതമാകെ നന്നായിത്തീരുകയും ചെയ്യുന്ന സ്വകാര്യവും പരസ്യവും ശുദ്ധീകരിക്കുന്ന ഒരു സംസ്കാരത്തിന്റെ ഒരു കൾച്ചറിന്റെ പേരാണ് ഇസ്ലാം. കേരളത്തിൽ ആദ്യമായി ഇസ്ലാമിന്റെ പ്രകാശവുമായി കടന്നുവന്ന മാലിക് ബിൻ ദിനാർ റഹ്മഹുല്ലായും അദ്ദേഹത്തിന്റെ കുടുംബവും ആ മഹാനായ പണ്ഡിതനും. അങ്ങനെ കേരളത്തിലേക്ക് ആദ്യമായി അല്ലെങ്കിൽ ഇന്ത്യയിലേക്ക് തന്നെ ആദ്യമായി മുസ്ലിങ്ങൾ കടന്നു വരുന്നത് കേരളത്തിലെ കൊടുങ്ങല്ലൂരിലാണ്. ഒരു കുടുംബമാണ് അങ്ങോട്ടേക്ക് വരുന്നത്. മാലിക് ബിൻ ദിനാർ എന്ന പ്രമുഖനായ ഒരു പണ്ഡിതനും അദ്ദേഹത്തിന്റെ കുടുംബവുമാണ്. എന്നിട്ട് അവരെന്താണ് ചെയ്തത്? അവർ കേരളത്തിലെ മനുഷ്യർക്ക് പരിചയപ്പെടുത്തി കൊടുത്തത് ഇസ്ലാമിന്റെ ഈ കൾച്ചറാണ്, ഇസ്ലാമിന്റെ സംസ്കാരമാണ്, ജീവിത വിശുദ്ധിയാണ്, സ്വഭാവ മഹിമയാണ്, ഐക്യബോധമാണ്, സ്നേഹ സൗഹൃദമാണ്. ഡോക്ടർ കെ എം പണിക്കർ എഴുതിയിട്ടുള്ള ഒരു പുസ്തകമുണ്ട് കേരള ചരിത്രത്തെക്കുറിച്ച്. അതിൽ അദ്ദേഹം പറയുന്നുണ്ട്, കൊടുങ്ങല്ലൂരിൽ ആദ്യമായി വന്ന ആ മുസ്ലിങ്ങള് വൈകുന്നേരമായാൽ അവിടെയുള്ള ഹിന്ദു സഹോദരന്മാരുടെ വീടുകളിൽ വന്ന് വിളിക്കുന്നു. അങ്ങനെ വാതില് തുറന്നു നോക്കുമ്പോ ഈ അറബികളായ ആളുകളാണ്. അപ്പൊ ഇവര് ചോദിക്കാണ്, എന്താണ് ഈ അസമയത്ത് ഈ സന്ധ്യാനേരത്ത് എന്താണ് വന്നത്? അപ്പൊ ഇവരുടെ കൂടെ അറബിയും മലയാളവും അറിയുന്ന ആളുകളുണ്ടാവും. അവര് പറഞ്ഞു കൊടുക്കുകയാണ്, ഈ അറബികളായ ആളുകൾക്ക് ഭക്ഷണം കഴിക്കാനുള്ള സമയമായിട്ടുണ്ട്. അപ്പൊ അവർക്ക് ഭക്ഷണം കഴിക്കണം എന്നുണ്ടെങ്കിൽ ചുറ്റുവട്ടത്തുള്ള അയൽപ്പക്കത്തുള്ള ആളുകളൊക്കെ ഭക്ഷണം കഴിച്ചിട്ടുണ്ട് എന്ന് ഉറപ്പ് വരുത്തണമത്രേ. അതിനുവേണ്ടി വന്നതാണ്. നിങ്ങളുടെ കയ്യിൽ ഭക്ഷണം ഇല്ലെങ്കിൽ ഞങ്ങളുടെ കയ്യിലുള്ളത് തരും. നിങ്ങളുടെ കയ്യിൽ ഭക്ഷണം ഉണ്ടെങ്കിൽ ഞങ്ങൾ അടുത്ത വീട്ടിലേക്ക് പോകും, അവിടെ ഭക്ഷണം ഉണ്ടോ എന്നറിയാൻ. ഇതാണ് ആ സംസ്കാരം. കൊടുങ്ങല്ലൂരിൽ ഈ അറബികൾ കച്ചവടം നടത്തും. മുളകാണ് കച്ചവടം നടത്തുന്നതെങ്കിൽ അതേ സാധനം തൊട്ടപ്പുറത്ത് ഹിന്ദുക്കളായ ആളുകളും കച്ചവടം നടത്തുന്നുണ്ടാവും. ഈ അറബികൾ ഒരു ദിവസം 10 രൂപ കിട്ടണമെന്നാണ് വിചാരിച്ചതെങ്കിൽ, ടാർഗറ്റ് ചെയ്തതെങ്കിൽ, രാവിലെ ഒരു 11 മണിയാകുമ്പോഴേക്ക് 10 രൂപ കിട്ടിയാൽ അത് 11 രൂപയാകുന്നത് വരെ അവർ കാത്തു നിൽക്കുകയില്ല. കട പൂട്ടും. കടയിലേക്ക് വരുന്നവരോട് പറയും, ഞങ്ങളുടെ കട പൂട്ടി, ഇനി നിങ്ങൾ അപ്പുറത്തുനിന്ന് വാങ്ങിക്കോളൂ. അപ്പുറത്തെ കട അപ്പു എന്ന് പറഞ്ഞൊരാളുടെ കടയാണ്. ഈ മുസ്ലിങ്ങളുടെ സാംസ്കാരികമായ ഔന്നത്യവും മാനവീയമായ മനുഷ്യപ്പറ്റിന്റെ ഈ ദർശനവുമാണ് അപ്പു കാണുന്നത്. അങ്ങനെയാണ് അപ്പുവും അദ്ദേഹത്തിന്റെ കുടുംബവും ആദ്യമായി ഇസ്ലാമിലേക്ക് കടന്നു വരുന്നത്. അതൊരു സഞ്ചാരത്തിന്റെ തുടക്കമായിരുന്നു. കേരളത്തിലെ വലിയ ഒരു ശതമാനമായി മുസ്ലിങ്ങൾ മാറുന്നതിന്റെ ആരംഭമായിരുന്നു അവിടെ സംഭവിച്ചത്. അതാണ് വെളിയങ്കോട് ഉമർ ഖാദി പാടിയത്, അയാ ഫാഖിറൻ ബിൻ നസബി കൈഫാ തുഫാഖിറു വ അസ്ലൂക മിൻ ഖബ്ലു നായൻ വ തീയരു ആശാരി മൂശാരി പാണൻ വ പർവനൂൻ. മുസ്ലിങ്ങളായ ആളുകളുടെ വല്ലിപ്പമാരെയും വല്യമ്മമാരെയും ഒക്കെ ഒന്ന് അന്വേഷിക്കാൻ പുറപ്പെട്ടാൽ അവരിൽ പലരും മുസ്ലിങ്ങളല്ലെന്ന് മാത്രമല്ല, അവരൊക്കെ ഏതെങ്കിലും ഒരു പാണനോ പറയനോ നായരോ തീയരോ ആശാരിയോ മൂശാരിയോ ആകുമെന്ന് നവോത്ഥാന നായകനായ വെളിയങ്കോട് ഉമർ ഖാദി പാടുന്നുണ്ട്. നമ്മൾ സൂചിപ്പിച്ചത് ഈ സൗഹൃദത്തിന്റെ മതമാണ് നമ്മുടെ കാലത്ത് കൂടുതലായി പ്രകടമായി പ്രചരിക്കപ്പെടേണ്ടത്. മതത്തിന്റെ പേരിൽ മനുഷ്യർക്കിടയിൽ മതിലുകൾ സൃഷ്ടിക്കുന്നവരുടെ ഇടയിൽ മതത്തെക്കുറിച്ച് പറഞ്ഞുകൊണ്ട് മനുഷ്യരെ തമ്മിൽ തെറ്റിക്കുന്നവർക്കിടയിൽ നിന്നുകൊണ്ട് അതേ മതത്തെക്കുറിച്ച് പറഞ്ഞിട്ട് മനുഷ്യന്മാർക്കിടയിൽ ഐക്യവും സ്നേഹവും ഉണ്ടാക്കേണ്ട കടമയുള്ളവരാണ് ഞാനും നിങ്ങളും. നിങ്ങൾ ഏത് മതത്തിൽപ്പെട്ട ആളാകട്ടെ, ഒരു മതത്തിന്റെ നല്ല അനുയായിയാണെങ്കിൽ നമ്മുടെ ഇന്നത്തെ ഉത്തരവാദിത്വം മതത്തിന്റെ പേരിൽ പെരുകിക്കൊണ്ടിരിക്കുന്ന തീവ്രവാദത്തെ, മതത്തിന്റെ പേരിൽ പെരുകിക്കൊണ്ടിരിക്കുന്ന വർഗീയ ബോധത്തെ, മതത്തിന്റെ പേരിൽ പെരുകിക്കൊണ്ടിരിക്കുന്ന ശത്രുതാ പ്രസംഗങ്ങളെ നിലക്ക് നിർത്തേണ്ട ബാധ്യതയാണ് ഓരോ മതത്തിന്റെയും യഥാർത്ഥ അനുയായിക്ക് ഇന്ന് നിർവഹിക്കുവാനുള്ള ദൗത്യം.
നമ്മുടെ നാട് എന്ന് പറഞ്ഞാൽ സൗഹൃദത്തിന്റെ നല്ല കാലം ചരിത്രം, നല്ല കാലത്തിന്റെ ചരിത്രമുള്ള ഒരു നാടാണ്. സൗഹൃദത്തിന്റെ, ജാതിയുടെയോ മതത്തിന്റെയോ മറ്റേതെങ്കിലും തരത്തിലുള്ള വർഗബോധങ്ങളുടെയോ വ്യത്യാസങ്ങളില്ലാതെ എല്ലാവരും ഒരുമിച്ച് നിന്ന ഒരു നല്ല കാലത്തിന്റെ ഓർമ്മകളാണ് നമ്മുടെ മനസ്സിനെ ഇന്നും ജീവിപ്പിക്കുന്നത്. നമ്മുടെ ഇടയിൽ വർഗീയതയോ തീവ്രവാദമോ വളർത്തുവാൻ ഒരാളെയും അനുവദിക്കാതിരിക്കുന്നത് നമ്മുടെ ആ ചരിത്രബോധം തന്നെയാണ്. നമ്മുടെ തൊട്ടടുത്ത പ്രദേശമാണല്ലോ പൊന്നാനി, അല്ലെ? നമ്മുടെ തൊട്ടടുത്ത പ്രദേശമാണ് പൊന്നാനി. ആ പൊന്നാനിയിൽ 10-70 കൊല്ലങ്ങൾക്ക് മുമ്പ് 2 കുട്ടികൾ ജീവിച്ചിരുന്നു. ഒരു കുട്ടിയുടെ പേര് ഗോവിന്ദൻ എന്നാണ്, മറ്റേ കുട്ടിയുടെ പേര് അലവി എന്നാണ്. ഈ അലവിയും ഗോവിന്ദനും ഒരേ ക്ലാസ്സിൽ ഒരേ ബെഞ്ചിൽ ഇരുന്നിട്ടാണ് പഠിക്കുന്നത്. ഗോവിന്ദൻ വരുന്നത് ആ നാട്ടിലെ വളരെ സമ്പന്നമായ ഒരു കുടുംബത്തിൽ നിന്നാണ്, വലിയ ഒരു മനയിൽ നിന്നാണ്, ഒരു ഹൈന്ദവ തറവാട്ടിൽ നിന്നാണ്. അങ്ങനെയൊക്കെ ആണെങ്കിലും ഗോവിന്ദന്റെ വീട്ടില് പട്ടിണിയാണ്, പരിവട്ടമാണ്, സങ്കടങ്ങളാണ്. ഗോവിന്ദൻ ഉച്ചയ്ക്ക് ഭക്ഷണമില്ല സ്കൂളിൽ നിന്ന് കഴിക്കാൻ. ഗോവിന്ദൻ ഉച്ചയ്ക്ക് പട്ടിണിയാണ് എന്ന കാര്യം ആ സ്കൂളിലെ ഒരൊറ്റ കുട്ടിക്ക് മാത്രമേ അറിയുള്ളൂ. അതാരാണ്? അത് അലവിയായിരുന്നു. എപ്പോ അലവി എന്താ ചെയ്യുന്നത്? അലവിയുടെ ഉപ്പയ്ക്ക് ഒരു ചെറിയ മക്കാനിക്കടയുണ്ട്. ആ മക്കാനിക്കടയിൽ തൂക്കിയിട്ടിരിക്കുന്ന പഴക്കുലയിൽ നിന്ന് ഓരോ പഴം ഓരോ ഉച്ചനേരത്തും മോഷ്ടിച്ചു കൊണ്ടുവന്ന് അത് ഗോവിന്ദന് കൊടുക്കും. അലവി കൊണ്ടുവരുന്ന ആ പഴമാണ് ഗോവിന്ദന്റെ ഉച്ചഭക്ഷണം. ഒരു ദിവസം ഈ അലവിയുടെ വാപ്പ ആ കാര്യം അറിഞ്ഞുവെന്ന് മാത്രമല്ല, അലവിക്ക് നല്ല അടിയും കിട്ടി വാപ്പയുടെ അടുത്തുനിന്ന്. പൊതിരെ അടി കിട്ടിയപ്പോഴും ആ പിഞ്ചു മനസ്സ് പറഞ്ഞില്ല, വാപ്പ അതെനിക്ക് വേണ്ടി എടുത്തതല്ല, എന്റെ ഗോവിന്ദന് വേണ്ടി എടുത്തതാണ് എന്ന് പറഞ്ഞില്ല. എന്തേ പറയാത്തതിന്റെ കാരണം? അങ്ങനെ പറയുന്നത് ഗോവിന്ദന് ഇഷ്ടമല്ല. ഗോവിന്ദന്റെ വീട്ടിലെ പട്ടിണിയാണ് എന്ന കാര്യം നാട്ടുകാരറിയുന്നത് ഗോവിന്ദന് ഇഷ്ടമില്ലായിരുന്നു. അതുകൊണ്ട് അലവി അത് പറഞ്ഞില്ല. ആ പിഞ്ചു മനസ്സ് ആ രഹസ്യം സൂക്ഷിച്ചു. ഈ 2 കുട്ടികളും വലിയ ആളുകളാണ്. അലവി ആ നാട്ടിലെ വലിയ ഒരു മുസ്ലിം കാരണവരായി മാറി. ഗോവിന്ദൻ പൊന്നാനിയിൽ നിന്ന് വളർന്ന്, മലപ്പുറം ജില്ലയിൽ നിന്ന് വളർന്ന് കേരളത്തിന്റെ യശസ്സോളം ഉയർന്ന മഹാകവിയായി മാറി. ഇടശ്ശേരി ഗോവിന്ദനായി മാറി. ഇടശ്ശേരിയുടെ കവിതകൾ വായിക്കാത്ത ഒരാളും നമ്മുടെ കൂട്ടത്തിൽ ഉണ്ടാവണമെന്നില്ല. പാഠപുസ്തകങ്ങളിൽ പോലും നമ്മൾ പഠിക്കുന്ന കവിതകളാണ് ഇടശ്ശേരിയുടെ കവിതകൾ. ഇടശ്ശേരിയുടെ ഒരു കവിതയുണ്ട്, ഇസ്ലാമിന്റെ വൻമല എന്നാണ് അതിന്റെ പേര്. അതിൽ അദ്ദേഹം അലവിയോടുള്ള ഈ സൗഹൃദത്തെക്കുറിച്ച് പറയുന്നുണ്ട്. കുട്ടിക്കാലത്തെ ആ പഴത്തിന്റെ കഥ പറയുന്നുണ്ട്. ആ കഥ പറഞ്ഞിട്ട് മഹാനായ ഇടശ്ശേരി പാടുന്നുണ്ട്: 100% ഞാനൊരാര്യക്കൂറും കുടുമയുമുള്ള ഹിന്ദു, എങ്കിലും മാപ്പിളെ നീയൻ അലവിയെങ്കിൽ തോളിൽ കൈയിട്ട് നടന്നുകൊള്ളൂ, കാഫിറേ എന്നെന്നെ വിളിച്ചുകൊള്ളൂ, കുടുമ വെക്കാതെ കഴിഞ്ഞുകൊള്ളൂ, 100% മാപ്പിള പേരും പെരുമയും വെച്ചുപോറ്റൂ, നമ്മൾക്കൊന്നായി മുന്നോട്ട് പോയി നന്മയോ തിന്മയോ നേടാമൊപ്പം. എത്ര മനോഹരമായ ഒരു കാലമാണ് ആ കാലം. അത് നമ്മൾ തിരിച്ചു പിടിക്കണം. മതത്തെക്കുറിച്ച് പറഞ്ഞുകൊണ്ട് തന്നെ മനുഷ്യർക്കിടയിൽ സ്നേഹവും ഐക്യവും കളിയാടുന്ന ഒരു നല്ല കാലത്തെ തിരിച്ചു കൊണ്ടുവരേണ്ട ഉത്തരവാദിത്വം എനിക്കും നിങ്ങൾക്കില്ലേ? ഉണ്ട്. നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കൂ. 1992 ഡിസംബർ 6 ബാബരി മസ്ജിദ് പൊളിക്കപ്പെട്ടു എന്ന് നമ്മളെല്ലാവരും വേദനയോടുകൂടി കേട്ടിട്ടുണ്ട്. മുസ്ലിങ്ങളെ മാത്രം സങ്കടപ്പെടുത്തിയ ഒരു കാര്യമായിരുന്നില്ല അത്. മതബോധമുള്ള, മതേതര ബോധമുള്ള, രാജ്യസ്നേഹമുള്ള ഓരോ മനുഷ്യന്റെയും മനസ്സിനെ മുറിപ്പെടുത്തിയ സംഭവമായിരുന്നു ബാബരി മസ്ജിദിന്റെ തകർച്ച. അല്ലെ? 1992 ഡിസംബർ 6 ബാബരി മസ്ജിദ് പൊളിച്ചു എന്ന് മാത്രമേ നമ്മൾ കേട്ടിട്ടുള്ളൂ. ഡിസംബർ 7 പത്രങ്ങളില് ആ വാർത്ത മാത്രമേ വന്നിട്ടുള്ളൂ. പക്ഷേ ആ പത്രങ്ങളിൽ വരേണ്ടിയിരുന്ന ഒരു വാർത്ത ഡിസംബർ 6 ബാബരി മസ്ജിദിൽ വേറെയും നടന്നിട്ടുണ്ട്. അതേതായിരുന്നു? മതേതര ഇന്ത്യയുടെ ഏറ്റവും വലിയ കരച്ചിലായിരുന്നു ഡിസംബർ 6 കരച്ചിൽ. അത്ര വലിയ ഒരു കരച്ചില് മതേതര ഇന്ത്യ അതിന്റെ മുമ്പോ അതിന്റെ ശേഷമോ കരഞ്ഞിട്ടില്ല. അത്ര വലിയ ഒരു നീറ്റലുണ്ടാക്കിയ വേദനയുടെ മുറിവിന്റെ കരച്ചിലായിരുന്നു ബാബരി മസ്ജിദ് തകർന്നപ്പോൾ ഉണ്ടായിരുന്നത്. എന്നാൽ മതേതര ഇന്ത്യക്കേറ്റ ഏറ്റവും വലിയ മുറിവിന്റെ ആ ദിവസം തന്നെയാണ്
മതേതര ഇന്ത്യ അഭിമാനം കൊണ്ട് പുളകിതമാകേണ്ട ഒരു സംഗതി, ഒരു സംഭവം അതേ ബാബരി മസ്ജിദിന്റെ ഉള്ളിൽ നടന്നത്. അതെന്തായിരുന്നു? ബാബരി മസ്ജിദ് തകർക്കുന്നതിന് വേണ്ടി കഠാരയും തൃശൂലവുമായി ചീറിപ്പാഞ്ഞു വരുന്ന സംഘപരിവാരത്തിന്റെ പട്ടാളത്തെ തടഞ്ഞു നിർത്തിക്കൊണ്ട് നിങ്ങൾ ഈ മന്ദിരം തകർക്കരുത് തകർക്കരുത് എന്ന് കരഞ്ഞു പറഞ്ഞ ഒരു പാവം മനുഷ്യൻ അവിടെ ഉണ്ടായിരുന്നു. നിങ്ങൾക്ക് രാമനോട് കൂറുണ്ടെങ്കിൽ, നിങ്ങൾക്ക് രാമായണത്തോട് കൂറുണ്ടെങ്കിൽ, നിങ്ങൾക്ക് ഈ രാജ്യത്തോട് സ്നേഹമുണ്ടെങ്കിൽ നിങ്ങൾ ഈ മന്ദിരം തകർക്കരുതേ തകർക്കരുതേ എന്ന് കരഞ്ഞു പറഞ്ഞ ഒരു പാവം മനുഷ്യൻ. അതാരായിരുന്നു? അവിടെ ബാങ്ക് കൊടുത്തിരുന്ന ആളായിരുന്നില്ല അത്, അവിടെ ഇമാമ് നിന്നിരുന്ന ആളായിരുന്നില്ല അത്, മറിച്ച് അങ്ങനെ ഒരു പള്ളി അവിടെ തകർക്കപ്പെട്ട് ഒരു ക്ഷേത്രമുയർന്നാൽ അവിടെ പൂജാരിയായി വരാൻ സാധ്യതയുണ്ടായിരുന്ന കാഷായ വസ്ത്രധാരിയായ രുദ്രാക്ഷമാലയണിഞ്ഞ ഒരു പാവം സന്യാസിവര്യനായിരുന്നു അത്, സ്വാമി മഹന്തിലാൽ ദാസ്. ആ പാവം സന്യാസിവര്യന്റെ നെഞ്ചിൻ കൂട്ടിലേക്ക് കഠാര കുത്തിയിറക്കി ആ മൃതശരീരത്തിന്റെ മുകളിലൂടെ പാഞ്ഞു കയറിയിട്ടാണ് ബാബരി മസ്ജിദിന്റെ താഴികക്കുടങ്ങള് സംഘപരിവാരത്തിന്റെ മതഭ്രാന്തന്മാർ തച്ച് തകർത്ത് താഴേക്കിട്ടത്. ഞാനൊന്ന് ചോദിക്കട്ടെ, നമ്മുടെ നാട്ടിലുള്ള പാവപ്പെട്ട ഹിന്ദു സഹോദരന്മാർക്ക് ഇതിൽ ആരുടെ പാരമ്പര്യമാണ്? ആ പള്ളി തകർത്ത ഏതാനും മതഭ്രാന്തന്മാരുടെ പാരമ്പര്യമാണോ? അല്ല എന്ന് നമ്മൾ ഉറച്ചു വിശ്വസിക്കുന്നു. ഈ പ്രസ്ഥാനം ഉറച്ചു വിശ്വസിക്കുന്നു. ആ പള്ളി തകർക്കരുത് എന്ന് പറഞ്ഞ് കരഞ്ഞ് വിളിക്കുകയും ആ പള്ളി തകർക്കപ്പെടാതിരിക്കുന്നതിന് വേണ്ടി ജീവൻ പണയം വെക്കുകയും ചെയ്ത ആ പാവം സന്യാസിവര്യന്റെ സനാതന ഹൈന്ദവ ധർമ്മത്തിന്റെ പാരമ്പര്യമാണ് നമ്മുടെ അയൽപ്പക്കങ്ങളിൽ ജീവിക്കുന്ന ഹിന്ദു സുഹൃത്തുക്കൾക്കുള്ളത്. ഈ ഒരു ആത്മബോധമാണ് തിരിച്ചു കൊണ്ടുവരേണ്ടത്. അതാണ് മതം നൽകുന്ന ഏറ്റവും വലിയ സന്ദേശം. മനുഷ്യരായ മനുഷ്യരെ മുഴുവനും വിളിച്ചിട്ട് ജാതിഭേദങ്ങളില്ലാതെ, മതഭേദങ്ങളില്ലാതെ, രാഷ്ട്രഭേദങ്ങളില്ലാതെ ഖുർആൻ പറയുന്ന വലിയ ഒരു സന്ദേശമുണ്ട്. എന്താണ് ആ സന്ദേശം? മുസ്ലിങ്ങളെ മാത്രം വിളിച്ചുകൊണ്ടല്ല, അറബികളെ മാത്രം വിളിച്ചുകൊണ്ടല്ല, ഈ ലോകത്ത് മനുഷ്യനായി പിറന്ന ആരൊക്കെയുണ്ടോ അവരെ എല്ലാം വിളിച്ചുകൊണ്ട് ഖുർആൻ പറയുന്ന ഒരു കാര്യം അതിങ്ങനെയാണ്: ഇന്നാ ഖലഖനാകും മിൻ ദക്കരിൻ വ ഉൻസാ. നിങ്ങളെ നാം സൃഷ്ടിച്ചത് ഒരച്ഛനിൽ നിന്നും ഒരമ്മയിൽ നിന്നുമാണ്. നിങ്ങളെ നാം സൃഷ്ടിച്ചത് ഒരു ഉമ്മയിൽ നിന്നും ഒരു ഉപ്പയിൽ നിന്നുമാണ്. ഒരേ അമ്മയുടെ ഉടലിൽ നിന്ന് പൊട്ടിവീണ ഉടപ്പിറപ്പുകളാണ് നിങ്ങൾ മനുഷ്യരെ. ഒരേ അമ്മയിൽ നിന്ന് പിറന്നു വീണ ഉടപ്പിറപ്പുകളാണ് നിങ്ങൾ മനുഷ്യരെ എന്ന് പറയുന്ന മാനവീയതയുടെ മഹാദർശനമാണ് ഇസ്ലാം. മാതാ പാർവതി ദേവി, പിതാ ദേവോ മഹേശ്വര, ബാന്ധവ മാനവാ സർവേം സ്വദേശോം ഭുവനത്രയം. ഹൈന്ദവ ധർമ്മം പഠിപ്പിക്കുന്ന വളരെ മൗലികമായൊരു സന്ദേശമാണത്. പിതാവൊന്നാണ്, മാതാവൊന്നാണ്, ബാന്ധവ മാനവ, മാനവരെല്ലാം ബന്ധുക്കളാണ്. രക്തബന്ധം പോലെ കൂടിച്ചേരേണ്ട ആത്മബന്ധുക്കളാണ് മാനവർ എന്ന്. അതെ, അതാണ് നമ്മൾ തിരിച്ചു കൊണ്ടുവരേണ്ടത്. മതത്തിന്റെ പേരിൽ വർഗീയത സൃഷ്ടിക്കുവാൻ ശ്രമിക്കുന്ന ഓരോ ആളിന്റെയും കൈപിടിച്ചുകൊണ്ട് ഞാനും നിങ്ങളും പറയണം, ഇതല്ല മതമെന്ന്. പ്രവാചക തിരുമേനിയെ നിന്ദിച്ചുകൊണ്ട് ഒരു അധ്യാപകൻ തൊടുപുഴയിൽ ഒരു ചോദ്യപേപ്പർ അച്ചടിച്ചു, അല്ലെ? പ്രൊഫസർ ജോസഫ് എന്നൊരു അധ്യാപകൻ. അദ്ദേഹം ചെയ്തത് പ്രവാചക നിന്ദയാണ് എന്ന് മാത്രമല്ല, അദ്ദേഹം ചെയ്തത് മതനിന്ദയാണ് എന്ന് എല്ലാവരും പറഞ്ഞു. അദ്ദേഹം ജോലി ചെയ്തിരുന്ന സ്ഥാപനത്തിൽ നിന്ന് അയാളെ പുറത്താക്കി. ക്രൈസ്തവ മാനേജ്മെന്റിന്റെ കീഴിലുള്ള ഒരു കോളേജിലാണ് അദ്ദേഹം ജോലി ചെയ്തിരുന്നത്. ആ കോളേജിൽ നിന്ന് അവര് തന്നെ അദ്ദേഹത്തെ പുറത്താക്കി. എല്ലാവരും ഒരുമിച്ച് നിന്നുകൊണ്ട് പറഞ്ഞു ആ അധ്യാപകൻ ചെയ്തത് തെറ്റാണ്. എന്നാൽ അതിനിടയ്ക്ക് കുറച്ച് ആളുകൾ ചെന്നിട്ട് ആ അധ്യാപകന്റെ കൈ വെട്ടിയെടുത്തു, ആ അധ്യാപകന്റെ കൈ മുറിച്ചെടുത്തു. അന്നേരം വരെ ആ അധ്യാപകൻ ചെയ്തത് തെറ്റാണ് എന്ന് പറഞ്ഞ എല്ലാ ആളുകളും ആ അധ്യാപകന്റെ പക്ഷത്ത് നിന്നുകൊണ്ട് പറഞ്ഞു മുസ്ലിങ്ങൾ ചെയ്തത് തെറ്റാണ്. അല്ലെ? എന്തായിരുന്നു യഥാർത്ഥത്തിൽ ചെയ്യേണ്ടിയിരുന്നത്? ആ അധ്യാപകൻ ഏതൊരു പേന ഉപയോഗിച്ചുകൊണ്ട്, ഏതൊരു കൈ ഉപയോഗിച്ചുകൊണ്ടാണോ പ്രവാചക തിരുമേനിക്കെതിരെ എഴുതിയത്, അതേ കൈ കൊണ്ട്, അതേ പേന കൊണ്ട് പ്രവാചക തിരുമേനിയെ
പ്രശംസിച്ചുകൊണ്ടും പുകഴ്ത്തിക്കൊണ്ടും എഴുതുന്ന അവസ്ഥയിലേക്ക് ആരാണ് പ്രവാചകൻ എന്ന് ആ അധ്യാപകന് പഠിപ്പിച്ചു കൊടുക്കേണ്ട ഉത്തരവാദിത്തമായിരുന്നു യഥാർത്ഥത്തിൽ മുസ്ലിങ്ങൾക്കുണ്ടായിരുന്നത്. അതേ പേന കൊണ്ട് അദ്ദേഹം എഴുതണം, അതേ കൈ കൊണ്ട് അദ്ദേഹം എഴുതണം. ഞാൻ നേരത്തെ പറഞ്ഞതല്ല പ്രവാചക തിരുമേനിയെ കുറിച്ചുള്ള എന്റെ അഭിപ്രായം, എനിക്ക് അദ്ദേഹത്തെ മനസ്സിലായി എന്ന്. അത് പറഞ്ഞു കൊടുക്കേണ്ട ഉത്തരവാദിത്തമായിരുന്നു. പക്ഷേ അവിവേകികളായ ചില ആളുകള് ആ അധ്യാപകന്റെ കൈവെട്ടിയതോടുകൂടി പേരുദോഷം വന്നു. മലപ്പുറത്തെയും കോഴിക്കോട്ടെയും മുസ്ലിങ്ങള് വിചാരിക്കാൻ പാടില്ല അങ്ങനെ കുറച്ച് ആളുകൾ നമ്മുടെ സമുദായത്തിൽ വേണമെന്ന്. മനസ്സിന്റെ ആഴങ്ങളിൽ ഒരു നിമിഷമെങ്കിലും നമ്മൾ അങ്ങനെ ആലോചിക്കുന്നുണ്ട് എങ്കിൽ അത് നമ്മുടെ മതത്തോട് നമ്മൾ ചെയ്യുന്ന നിന്ദയാണ്. താനൂരിലെ ഒരു മുസ്ലിം തീവ്രവാദ ഗ്രൂപ്പിൽപ്പെട്ട ആള് ഹിന്ദു തീവ്രവാദ ഗ്രൂപ്പിൽപ്പെട്ട ഒരാളെ വെട്ടി. അവരെല്ലാരും ഇയാളുടെ വീട്ടിലേക്ക് വന്നു. ഇയാളെ അവിടെ കാണാനില്ല. അയാളുടെ ഉമ്മയുണ്ട്, പെങ്ങളുണ്ട്, ഭാര്യയുണ്ട്. അവരെ ഉപദ്രവിച്ചിട്ട് അവര് പോയി. സ്വന്തം പെണ്ണിന്റെയും സ്വന്തം പെങ്ങളുടെയും മാനം കാക്കാൻ പോലും കഴിയാത്ത ഒരാളാണ് സമുദായത്തിന്റെ സുരക്ഷയ്ക്ക് വേണ്ടിയിട്ട് വാളും കുന്തമായിട്ട് ഇറങ്ങിയിട്ടുള്ളത്, അല്ലെ? പോലീസിനെ പേടിച്ചിട്ട് കിണറ്റിൽ ചാടാൻ പോകുന്നവരുടെ സംരക്ഷണം നൂറ്റാണ്ടുകളുടെ പാരമ്പര്യമുള്ള കേരളത്തിലെ മുസ്ലിങ്ങൾക്ക് ആവശ്യമില്ലെന്ന് പറയാൻ നട്ടെല്ല് കാണിക്കുന്ന, ചങ്കൂറ്റം കാണിക്കുന്ന മുസ്ലിങ്ങളെയാണ് ഇന്ന് ആവശ്യം. KP ശശികല എന്ന ഒരു പെണ്ണിന്റെ ചങ്കിടിക്കുമ്പോഴേക്ക് തുള്ളിപ്പോകുന്ന ആദർശവീര്യമല്ല മുസ്ലിങ്ങളുടെ ആദർശവീര്യം. പതിറ്റാണ്ടുകളുടെയല്ല, സഹസ്രാബ്ദങ്ങളുടെ പഴക്കവും തഴക്കവുമുള്ള ആദർശമാണ് ഇസ്ലാമിന്റെ ആദർശം. KP ശശികലയെ പോലെയുള്ള ഒരു പെണ്ണിന്റെ ചങ്ക് തളക്കുമ്പോഴേക്ക് ചോർന്നു പോകുന്ന ആദർശമാണ് ഇസ്ലാമിന്റെ ആദർശമെന്ന് അപ്പുറത്തുള്ളവരും വിചാരിക്കണ്ട. അങ്ങനെയുള്ള രണ്ടു കൂട്ടരുടെയും കൈ പിടിച്ചുകൊണ്ട് ഞാനും നിങ്ങളും പറയണം, നിങ്ങളുടെ സേവനം ഞങ്ങൾക്ക് ആവശ്യമില്ല. പറയാൻ തയ്യാറുണ്ടോ നിങ്ങളുണ്ട് എങ്കിൽ അതിന്റെ മുന്നിൽ ISM ഉണ്ടാകും. 1992 ഡിസംബർ 6 ബാബരി മസ്ജിദിന്റെ തകർച്ചയ്ക്ക് ശേഷം കേരളത്തിൽ ഒരു തീവ്രവാദത്തിന്റെ വിത്ത് വളക്കാനുള്ള എല്ലാ സാധ്യതകളും ഒരുങ്ങിയപ്പോ അതിന്റെ കൈപിടിച്ചുകൊണ്ട് അരുത് എന്ന് പറഞ്ഞ പ്രസ്ഥാനമാണ് എല്ലാ രാഷ്ട്രീയ സംഘടനകളും എല്ലാ യുവജന സംഘടനകളും. തീവ്രവാദത്തിനെതിരെ പറയാൻ മടിച്ചു നിന്ന ഒരു കാലത്ത് അതിനെതിരെ ക്യാമ്പയിൻ നടത്തിയ പ്രസ്ഥാനമാണ് ISM-ന്റെ നേതാക്കള് പോലീസിന്റെ വിജിലൻസ് ഉദ്യോഗസ്ഥന്മാരുടെ മുന്നിൽ പോയിരിക്കേണ്ടി വരിക പോലും ചെയ്തിട്ടുണ്ട്. തീവ്രവാദത്തിനെതിരെ പറഞ്ഞ ആളുകൾ തീവ്രവാദത്തിന്റെ ആളുകളാണ് എന്ന് പറഞ്ഞിട്ട് ഈ ആളുകൾ കേസ് കൊടുക്കുക പോലും ചെയ്തു. പക്ഷെ അവിടെയൊന്നും ഈ യുവജന സംഘടന കുനിഞ്ഞു നിന്നിട്ടില്ല. പകരം ഇസ്ലാമിനെതിരെ, മതത്തിന്റെ മാനവീയതയ്ക്കെതിരെ എവിടെയൊക്കെ ശബ്ദങ്ങൾ ഉയരുന്നുണ്ടോ അവിടെ ഈ പ്രസ്ഥാനം ഉണ്ടായിട്ടുണ്ട്. ഈ പ്രസ്ഥാനം മാത്രം പോരാ, എല്ലാവരും വേണം, എല്ലാവരും ഉണ്ട് എന്ന ഒരാശ്വാസമാണ് നമ്മുടെ ഈ സമാധാനം നിറഞ്ഞ മനസ്സിന്റെ തന്നെ കാരണവും. എങ്കിൽ മതം ഉദ്ഘോഷിക്കുന്ന ഈ സൗഹൃദത്തിന്റെ സന്ദേശം, പരസ്പരമുള്ള ഐക്യബോധത്തിന്റെ സന്ദേശം, ഒരു മതമോ ജാതിയോ ഭാഷയോ രാഷ്ട്രീയമോ ഒന്നും നമ്മളെ തമ്മിൽ പിണക്കുവാൻ കാരണമാകരുത്. സംഘടനകൾ നമ്മളെ തമ്മിൽ ശത്രുക്കളാകാൻ കാരണമാകരുത്. ഏറ്റവും കൂടുതൽ ആളുകളെ ശത്രുക്കളാക്കിക്കൊണ്ടിരിക്കുന്നത്, പരസ്പരം ശത്രുക്കളായിക്കൊണ്ടിരിക്കുന്നത് പലപ്പോഴും സംഘടനകളുടെ പേരിലായിക്കൊണ്ടിരിക്കുന്നു. വേദനാജനകമായൊരു കാര്യമാണത്. മതപ്രസംഗ വേദികൾ പോലും പരസ്പരമുള്ള ആക്ഷേപങ്ങളുടെ, പരസ്പരമുള്ള തെറിപ്രയോഗങ്ങളുടെ, പരസ്പരമുള്ള പരനിന്ദയുടെ വേദികളായി മാറിയ വേദനാജനകമായ ഒരു കാഴ്ചയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇവരൊക്കെ ഏത് മതത്തെക്കുറിച്ചാണ് പറയുന്നത്? ഇസ്ലാമിക വേദികളിൽ നിന്ന് പോലും തെറിവാക്കുകളും ആക്ഷേപങ്ങളും വന്നുകൊണ്ടിരിക്കുന്നു. പരസ്പരം ചെളിവാരി എറിയുന്നു. പൊതുസമൂഹത്തിന് ഇതൊരു ശല്യമായി മാറിക്കൊണ്ടിരിക്കുന്നു. ഈ പ്രോഗ്രാം സംഘടിപ്പിച്ചിട്ടുള്ള ISM-നെ സംബന്ധിച്ചിടത്തോളം, ഇതിന്റെ മാതൃസംഘടനയെ സംബന്ധിച്ചിടത്തോളം ആ ഒരു ശൈലി ഒരിക്കലും ഉപയോഗിച്ചിട്ടില്ല. അങ്ങനെ ഒരു പാരമ്പര്യം ഈ പ്രസ്ഥാനത്തെ സംബന്ധിച്ചിടത്തോളം ഇല്ല. ഞങ്ങൾ അന്നും ഇന്നും എന്നും സമൂഹത്തിന്റെ മുന്നിൽ പറഞ്ഞിട്ടുള്ളത് പൗരോഹിത്യരഹിതമായ ഒരു മതം വേണമെന്നതാണ്. പൗരോഹിത്യരഹിതമായ മതത്തിനു മാത്രമേ ഈ ഒരു ഐക്യബോധവും സമാധാനം നിറഞ്ഞ അന്തരീക്ഷവും മതത്തിന്റെ മനുഷ്യപ്പറ്റും ഉയർത്തി വിളിക്കാൻ കഴിയുകയുള്ളൂ. എവിടെയാണ് പൗരോഹിത്യം? ഇസ്ലാമിൽ അങ്ങനെ ഒരു സംഗതി ഉണ്ടോ? പൗരോഹിത്യം എന്ന് പറയുന്ന സംഗതി ഇല്ലാത്ത മതമാണ് ഇസ്ലാം. മനുഷ്യരെ പല തട്ടുകളാക്കി മാറ്റുകയും മനുഷ്യർക്കിടയിൽ മതിലുകൾ സൃഷ്ടിക്കുകയും ചെയ്യുന്നത് പൗരോഹിത്യമാണ്. മതത്തിന്റെ യഥാർത്ഥ സത്തയിൽ നിന്ന് ആളുകളെ അകറ്റുന്നത് പൗരോഹിത്യമാണ്. എവിടെയാണ് ഇസ്ലാമിൽ പൗരോഹിത്യം? എവിടെയില്ല.
ആരാണ് നിസ്കരിക്കുമ്പോ ഇമാമ് നിൽക്കേണ്ടത്? ആരാണ് നിൽക്കേണ്ടത്? അതിന് പ്രത്യേകം ചില ആളുകളുണ്ടോ? ഇല്ല. ആ കൂട്ടത്തിൽ ആർക്കാണോ ഏറ്റവും നന്നായി ഖുർആൻ പാരായണം ചെയ്യാൻ അറിയുന്നത് അയാൾക്ക് നിൽക്കാം. അതൊരു ഡോക്ടറാണെങ്കിൽ അയാൾക്ക് നിൽക്കാം, ഒരു എഞ്ചിനീയർ ആണെങ്കിൽ അയാൾക്ക് നിൽക്കാം, ഒരു MLA ആണെങ്കിൽ അയാൾക്ക് നിൽക്കാം, ഒരു ബസ് ജീവനക്കാരനാണെങ്കിൽ അയാൾക്ക് നിൽക്കാം, ഒരു ഓട്ടോറിക്ഷ ജീവനക്കാരനാണെങ്കിൽ അയാൾക്ക് നിൽക്കാം, ഒരു സാമൂഹിക പ്രവർത്തകനാണെങ്കിൽ അയാൾക്ക് നിൽക്കാം, ഒരു വിദ്യാർത്ഥിയാണെങ്കിൽ ആ കുട്ടിക്ക് നിൽക്കാം, ഒരു അധ്യാപകനാണെങ്കിൽ അയാൾക്ക് നിൽക്കാം. പൗരോഹിത്യമുണ്ടോ? നിങ്ങൾ പറയൂ, എവിടെയാണ് പൗരോഹിത്യം? ആരാണ് വെള്ളിയാഴ്ച പള്ളിയിൽ പ്രസംഗിക്കേണ്ടത്? ഖുത്ബ പറയേണ്ടത് ആരാണ്? അതിന് പ്രത്യേകമായ ചില ആളുകളുണ്ടോ? ഇല്ല. ആ കൂട്ടത്തിൽ ആർക്കാണോ ഒരു വിഷയം സമൂഹത്തിന്റെ മുന്നിൽ പറഞ്ഞ് ഫലിപ്പിക്കാൻ കഴിയുന്നത് അയാൾക്ക് അവിടെ പ്രസംഗിക്കണം. അതൊരു രാഷ്ട്രീയക്കാരനാണെങ്കിൽ അയാൾക്ക് പ്രസംഗിക്കാം, ഒരു എഞ്ചിനീയർ ആണെങ്കിൽ അയാൾക്ക്, ഒരു ഡോക്ടർ ആണെങ്കിൽ അയാൾക്ക്, ഒരു ബസ് ജീവനക്കാരനാണെങ്കിൽ അയാൾക്ക്, ഒരു സാമൂഹിക പ്രവർത്തകനാണെങ്കിൽ അയാൾക്ക്. പൗരോഹിത്യം എവിടെയാണ്? നമ്മുടെ മക്കളെ കെട്ടിച്ചയക്കണമെന്നുണ്ടെങ്കിൽ ആരാണത് കെട്ടിച്ചു കൊടുക്കേണ്ടത്? ആ പെൺകുട്ടിയുടെ രക്ഷിതാവാണ് അത് ചെയ്യേണ്ടത്. പൗരോഹിത്യം ഉണ്ടോ അവിടെ? ഇല്ല. ആരാണവിടെ ഉപദേശം നൽകേണ്ടത്? ആ പെൺകുട്ടിയുടെ രക്ഷിതാവാണ് ഉപദേശം നൽകേണ്ടത്. അല്ലേ? നമ്മുടെ കൂട്ടത്തിൽ നിന്നൊരാൾ മരിച്ചാല് അയാൾക്ക് വേണ്ടിയുള്ള നിസ്കാരത്തിന് ഇമാമ് നിൽക്കേണ്ടത് ആരാണ്? പള്ളിയിലെ പുരോഹിതനാണോ? അങ്ങനെ ഒരു പൗരോഹിത്യം ഇസ്ലാമിലില്ല. ആ മരിച്ച ആളോട് രക്തബന്ധമുള്ളത് ആരാണോ, അടുപ്പമുള്ളത് ആരാണോ, അയാൾക്ക് അവിടെ ഇമാമ് നിന്നിട്ട് നിസ്കാരത്തിന് നേതൃത്വം നൽകാം. എവിടെയാണ് പൗരോഹിത്യം? പൗരോഹിത്യം കൊണ്ട് തകർന്നടിഞ്ഞ ഒരുപാട് മതങ്ങളുടെ ചരിത്രം പറഞ്ഞതിന് ശേഷമാണ് ഖുർആൻ പറഞ്ഞത് വറുഹ്ബാനിയത ഇബ്തദഉഹാ വമാ കതബ്നാഹാ അലൈഹിം. പൗരോഹിത്യം എന്നത് നിങ്ങൾ പടച്ചുണ്ടാക്കിയതാണ്, നമ്മൾ നിങ്ങൾക്ക് തന്നിട്ടില്ല എന്ന് വിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട്. ശരി, എല്ലാ മതങ്ങളും അടിസ്ഥാനപരമായി മനുഷ്യരെ നയിക്കുന്ന ഈ സന്ദേശങ്ങളെ പൊളിച്ചെടുക്കുന്നത് പലപ്പോഴും എല്ലാ മതങ്ങളിലുമുള്ള പൗരോഹിത്യമാണ് എന്ന് പറയാനാണ് നമ്മൾ ആ ഭാഗം വിശദീകരിച്ചത്. അതുകൊണ്ടാണ് കേരളത്തിലെ നവോത്ഥാന പ്രസ്ഥാനമായ മുജാഹിദ് പ്രസ്ഥാനത്തോട് പുരോഹിത സമൂഹത്തിന് ഇത്രയധികം വെറുപ്പുണ്ടാകാനുള്ള കാരണം അവരുടെ ഒരു സീറ്റ് ഉണ്ടായിരുന്നു ഈ സമുദായത്തിൽ. ആ സീറ്റ് പതുക്കെ എടുത്ത് മാറ്റുകയാണ് മുജാഹിദുകൾ ചെയ്തത്. അങ്ങനെ ഒരു കസേര അവർക്ക് കൊടുക്കരുത് എന്ന് മതത്തിന്റെ പ്രമാണങ്ങൾ പറഞ്ഞുകൊണ്ട് പറഞ്ഞു. അതിനങ്ങനെ ഒരു സാധ്യതയില്ല എന്ന് പറഞ്ഞു. അതുകൊണ്ടാണ് നമ്മുടെ സഹോദര സംഘടനകളിലെ പുരോഹിത വിഭാഗങ്ങൾക്ക് ഇത്രയേറെ വെറുപ്പും ഇത്രയേറെ അകൽച്ചയും വിരോധവും ഈ പ്രസ്ഥാനത്തോടുണ്ടാകാനുള്ള കാരണം. സത്യം എന്ന ഒരു വലിയ യാഥാർത്ഥ്യമുണ്ട്, മതപരമായ സത്യം. അത് പറയാതിരുന്നിട്ട് കാര്യമല്ല. അതാരെയും വേദനിപ്പിക്കാനല്ല, ആരോടുള്ള ആക്ഷേപം കൊണ്ടോ ആരെങ്കിലും പരിഹസിക്കാനോ അല്ല. ഇതാണ് സത്യം. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ, രാവിലെ കിടക്കയിൽ നിന്ന് എഴുന്നേൽക്കുന്ന ഒരു മുസ്ലിം, പൗരോഹിത്യം ഈ സമുദായത്തിൽ ഉണ്ടാക്കിയിരിക്കുന്ന വലിയ ഒരു അപകടത്തെക്കുറിച്ചാണ് നമ്മൾ പറയുന്നത്. രാവിലെ കിടക്കയിൽ നിന്ന് എഴുന്നേൽക്കുന്ന ഒരു മുസ്ലിം എന്താണ് പ്രാർത്ഥിക്കേണ്ടത്? ഹൃദയത്തിൽ കൈവച്ചുകൊണ്ട്, മനസ്സ് അറിഞ്ഞുകൊണ്ട് അയാൾ പ്രാർത്ഥിക്കണം, അവൾ പ്രാർത്ഥിക്കണം. അൽഹംദുലില്ലാഹില്ലദീ അഹ്യാനാ ബഅദമാ അമാതനാ വഇലൈഹിൻ നുശൂർ. മരിച്ചതുപോലെ കിടന്നതാണ്, ഞങ്ങളെ വീണ്ടും ഉണർത്തിയവനായ അല്ലാഹുവേ നിനക്ക് സ്തുതി എന്നാണ് ആ പ്രാർത്ഥനയുടെ അർത്ഥം. അത് കഴിഞ്ഞിട്ട് ഇടതുകാല് വെച്ചിട്ട് ബാത്റൂമിലേക്ക് പ്രവേശിക്കും. ഇടതുകാല് വെച്ച് ബാത്റൂമിലേക്ക് പ്രവേശിക്കുമ്പോ പറയേണ്ട പ്രാർത്ഥന, ചൊല്ലേണ്ട പ്രാർത്ഥന, അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിനൽ ഖുബസി വൽ ഖബായിസ്. എല്ലാ ദുഷ്ടവിചാരങ്ങളിൽ നിന്നും ശല്യങ്ങളിൽ നിന്നും എനിക്ക് നീ കാവലാകേണമേ അല്ലാഹുവേ എന്ന്. എല്ലാം കഴിഞ്ഞിട്ട് അയാൾ വലതുകാല് വെച്ച് പുറത്തേക്ക് വരുമ്പോൾ പറയേണ്ടത് ഗുഫ്റാനക്കൽ ഹംദുലില്ലാ, അല്ലാഹുവേ നീ എന്റെ പാപങ്ങളെ പുറത്തു തരണമേ, നിനക്കാണ് സർവസ്തുതിയും. അത് കഴിഞ്ഞിട്ട് അയാൾ സുബഹ് നിസ്കരിക്കും. ഓരോ ദിവസത്തെയും ഒന്നാമത്തെ നിസ്കാരം, ആ നിസ്കാരത്തിൽ മുഴുവനും ഇയാൾ പറഞ്ഞത് അല്ലാഹുവേ അല്ലാഹുവേ അല്ലാഹുവേ, റബ്ബനാ റബ്ബനാ, അല്ലാഹുമ്മ അല്ലാഹുമ്മ. അത് മാത്രമേ അയാൾ വിളിക്കുന്നുള്ളൂ. പ്രാർത്ഥനയാണ്, അള്ളാഹുവോടുള്ള പ്രാർത്ഥന. ആ നിസ്കാരം കഴിഞ്ഞിട്ട് അയാൾ കൈകൾ ഉയർത്തിയിട്ട് പ്രാർത്ഥിക്കും. ആ പ്രാർത്ഥനയിൽ മുഴുവനും അയാൾ പറയുന്നത് അല്ലാഹുവേ അല്ലാഹുവേ അല്ലാഹുമ്മ റബ്ബന, ഇങ്ങനെയുള്ള പ്രാർത്ഥനകളാണ്. എല്ലാം കഴിഞ്ഞിട്ട് അയാൾ ചായ കുടിക്കുകയാണ്. രാവിലെയുള്ള ഒന്നാമത്തെ കവിള് ചുണ്ടിലേക്ക് അടുപ്പിക്കുമ്പോൾ അയാൾ പറയും ബിസ്മില്ലാ, അല്ലാഹുവേ നിന്റെ നാമത്തിൽ.
ആ ചായ കുടിക്കൽ കഴിഞ്ഞാൽ അയാൾ പറയും, അൽഹംദുലില്ലാ, അല്ലാഹുവേ നിനക്ക് സ്തുതി, എനിക്ക് വെള്ളം നൽകിയവനെ, എനിക്ക് ഭക്ഷണം നൽകിയവനെ, നിനക്കാണ് സർവസ്തുതിയും. ഒരു മുസ്ലിമിന്റെ രാവിലെയുള്ള ജീവിതമാണിത്. പ്രാർത്ഥനയാണ് ജീവിതം നിറയെ. ഇത്ര നേരവും പ്രാർത്ഥിച്ച ആ മനുഷ്യനോട് വന്നിട്ട് ഭാര്യ ഓടി വന്ന് പറയുകയാണ്, അപ്പുറത്തൊരു ബസ് കുത്തി എന്ന് പറഞ്ഞാൽ, അപ്പുറത്തൊരു അപകടമുണ്ട് എന്ന് പറഞ്ഞാൽ അയാൾ എന്തു പറയും? സഹോദരങ്ങളെ, അയാൾ എന്തു പറയും? മഹാഭൂരിപക്ഷം വരുന്ന മുസ്ലിങ്ങളിലെ മഹാഭൂരിപക്ഷം വരുന്ന ആളുകൾ എന്തു പറയും? ഒന്നുകിൽ എന്റെ ബദിരീങ്ങളെ എന്ന് പറയും, പറയില്ലേ? അല്ലെങ്കിൽ എന്റെ മമ്പുറത്തെ തങ്ങളെ എന്ന് പറയൂലേ? എന്റെ മുനമ്പത്തെ ബീവി എന്ന് പറയുകയില്ലേ സഹോദരങ്ങളെ? ആരോടെങ്കിലുള്ള ദേഷ്യം കൊണ്ട് പറയുന്നതല്ലത്, ആരോടെങ്കിലുമുള്ള പരിഹാസം കൊണ്ട് പറയുന്നതല്ലേത്? ഇതാണ് യാഥാർത്ഥ്യം. അല്ലാഹുവേ എന്ന് വിളിക്കേണ്ടതിനു പകരം മറ്റു പലരെയും വിളിക്കുന്ന ഒരവസ്ഥയിലേക്ക്, ആദർശപരമായ ആഴമുള്ള വൈകല്യങ്ങളിലേക്ക് ഈ സമൂഹത്തെ കൊണ്ടുപോയത് ആരാണ്? ഇത്ര നേരവും രാവിലെ എഴുന്നേറ്റ് ഇത്ര നേരവും അയാൾ പ്രാർത്ഥിച്ചത് അല്ലാ 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 എന്നാണ്. ഇപ്പൊ അയാൾ പറഞ്ഞെന്താ? ഇപ്പൊ അയാൾ പറഞ്ഞത് ഒന്നുകിൽ മമ്പുറത്തെ തങ്ങളുടെ പേരാണ്, അല്ലെങ്കിൽ മുനമ്പത്തെ ബീവിയുടെ പേരാണ്, അല്ലെങ്കിൽ ബദരീങ്ങളുടെ പേരാണ്. ഇത് അയാൾക്ക് പറഞ്ഞു കൊടുത്തത് ആരാണ്? ഇത്ര നേരവുമുള്ള പ്രാർത്ഥന പഠിപ്പിച്ചത് ഹബീബായ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ്. ഇപ്പൊ അയാൾ പറഞ്ഞല്ലോ, ഒന്നുകിൽ ബദരീങ്ങളെ എന്ന് പറഞ്ഞല്ലോ, അല്ലെങ്കിൽ മമ്പുറത്തെ തങ്ങളെ എന്ന് പറഞ്ഞല്ലോ. അത് അയാൾക്ക് പഠിപ്പിച്ചു കൊടുത്തത് ആരാണ്? അള്ളാഹുവിന്റെ റസൂലല്ല, വിശുദ്ധ ഖുർആൻ അല്ല, അള്ളാഹുവിന്റെ റസൂലിന്റെ തിരുവചനങ്ങളുമല്ല, ഇസ്ലാമിന്റെ ചരിത്രവുമല്ല. പിന്നെ അതാണ് പൗരോഹിത്യം. അവിടെയാണ് പൗരോഹിത്യത്തെ നമ്മൾ തിരിച്ചറിയേണ്ടത്. അവിടെയാണ് ഈ മതത്തെ ഏറ്റവും അധികം കേടുവരുത്തിയ ഒരു ഫാക്ടറിനെ നമ്മൾ തിരിച്ചറിയേണ്ടത്. ആ ഫാക്ടറിനെ തിരിച്ചറിഞ്ഞു എന്നുള്ളതാണ് മുജാഹിദ് പ്രസ്ഥാനം ചെയ്തത്. അത്രയും സിമ്പിളാണത്. എവിടെ നിന്നാണിത് തുടങ്ങിയത്? നേരത്തെ ഇവിടെ സ്വാഗതം പറഞ്ഞപ്പോൾ പറഞ്ഞു, സയ്യിദ് സനാഉല്ല മക്തിത്തങ്ങൾ എന്ന പ്രസിദ്ധനായ പണ്ഡിതനിൽ നിന്നാണ് ആരംഭിച്ചത്. അല്ല, അതൊന്നുമല്ല ചരിത്രം. അതിന്റെയും പിറകിലേക്ക് പോകണം. മക്തിത്തങ്ങൾ എന്ന തങ്ങളിൽ നിന്നല്ല, മമ്പുറം തങ്ങൾ എന്ന തങ്ങളിൽ നിന്നാണ് ഈ പ്രസ്ഥാനത്തിന്റെ ദീപശിഖയുടെ പ്രയാണം ആരംഭിച്ചത്. നിഷേധിക്കുവാൻ കഴിയുകയില്ല. ആരായിരുന്നു മമ്പുറം തങ്ങൾ? എന്റെ മമ്പുറം തങ്ങളെ എന്ന് ഹൃദയത്തിൽ കൈവച്ചുകൊണ്ട് മഹാഭൂരിപക്ഷം വരുന്ന നമ്മുടെ സഹോദരന്മാരും നമ്മുടെ സഹോദരികളും അറിവില്ലായ്മ കൊണ്ട് വിളിച്ചു പോകുന്നുണ്ടല്ലോ. ആരായിരുന്നു മമ്പുറം തങ്ങൾ? ആ ചരിത്രം അറിയുമ്പോഴാണ് ആ വിളിയുടെ ഗൗരവം, ആ വിളിയുടെ എത്രമാത്രം വലിയ പ്രതിസന്ധി നമ്മൾ തിരിച്ചറിയുകയുള്ളൂ. ആരായിരുന്നു മമ്പുറം തങ്ങൾ? കേരളത്തിലെ മുസ്ലിങ്ങൾക്കിടയിൽ നവോത്ഥാനപരമായ ചിന്തയുടെ ഒന്നാമത്തെ വിത്തും വേരുമായിരുന്നു മമ്പുറം തങ്ങൾ. മലയാള ഭാഷയിൽ ഖുതുബ നിർവഹിച്ച പണ്ഡിതനായിരുന്നു അദ്ദേഹം. മലയാള ഭാഷയിൽ മാത്രമേ മമ്പുറം സയ്യിദ് അലവിത്തങ്ങൾ റഹിമഹുല്ലയും അദ്ദേഹത്തിന്റെ മകൻ മമ്പുറം സയ്യിദ് ഫളൽ പൂക്കോയത്തങ്ങളും ഖുതുബ നിർവഹിച്ചിട്ടുള്ളൂ. ഇതാരാ പറയുന്നത്? കേരള ചരിത്രമാണ് പറയുന്നത്. ബ്രിട്ടീഷുകാരുടെ ഉദ്യോഗസ്ഥന്മാർ മലബാറിലുണ്ടായിരുന്നു. അവരുടെ മേലുദ്യോഗസ്ഥന്മാർക്ക് അയക്കുന്ന ഒരു കത്തുണ്ട്. ആ കത്തിലാണ് പറയുന്നത്, ഇവിടെ സയ്യിദ് അലവി എന്ന പേരിലുള്ള ഒരു പുരോഹിതനുണ്ട്. ആരാണത്? അതാണ് മമ്പുറം തങ്ങൾ. ആ സയ്യിദ് അലവി എന്ന പുരോഹിതൻ വെള്ളിയാഴ്ചയിലെ പ്രസംഗങ്ങളിലൂടെയാണ് ആളുകളെ ബ്രിട്ടീഷുകാർക്കെതിരെ തിരിക്കുന്നത്. നിയമലംഘനം നടത്താൻ, നികുതി അടക്കില്ലെന്ന് വാശി പിടിക്കാൻ ഈ ജനങ്ങളെ പ്രേരിപ്പിക്കുന്നത് സയ്യിദ് അലവി എന്ന പുരോഹിതൻ അയാളുടെ വെള്ളിയാഴ്ചയിലെ പ്രസംഗങ്ങളിലൂടെയാണ്. നമ്മൾ പറയുന്നതല്ല. കേരളത്തിലെ മുസ്ലിങ്ങളുടെ ചരിത്രം വസ്തുതാപരമായി പഠിച്ച പ്രൊഫസർ KM ബഹാവുദ്ദീൻ എഴുതിയിട്ടുള്ള കേരള മുസ്ലിങ്ങൾ ചെറുത്തുനിൽപ്പിന്റെ ചരിത്രം എന്ന ഒരു പുസ്തകമുണ്ട്. ആ പുസ്തകം നിങ്ങളൊന്ന് വായിച്ചു നോക്കണം. നമ്മുടെ പ്രിയപ്പെട്ട സഹോദര സംഘടനയിലുള്ള ആളുകളോട് നമ്മൾ പറയാണ്, മമ്പുറം സയ്യിദ് അലവിത്തങ്ങളും അദ്ദേഹത്തിന്റെ പുത്രൻ സയ്യിദ് ഫളൽ പൂക്കോയത്തങ്ങളും മലയാള ഭാഷയിലല്ല വെള്ളിയാഴ്ചയിലെ ഖുതുബ നിർവഹിച്ചിരുന്നത് എന്ന് തെളിയിക്കാൻ ഒരു തെളിവൊന്നും വേണ്ട. ഒരു തെളിവിന്റെ കീറ് കൊണ്ടുവരാൻ കഴിയുമോ? കഴിയില്ല. വെല്ലുവിളിക്കൊന്നുമല്ല. വെല്ലുവിളിക്കുന്ന ശീലം ഈ പ്രസ്ഥാനത്തിന് ഇല്ലാത്തത് കൊണ്ട് വെല്ലുവിളിക്കുന്നില്ല. ഇതൊരു ചോദ്യമാണ്, സ്നേഹപൂർവമുള്ള ഒരു ചോദ്യം. മമ്പുറം സയ്യിദ് അലവിത്തങ്ങളും അദ്ദേഹത്തിന്റെ മകനും വെള്ളിയാഴ്ചയിലെ ഖുതുബ നിർവഹിച്ചിരുന്നത് മലയാള ഭാഷയിലാണ്
എന്ന് തെളിയിക്കാൻ ഒന്നിലേറെ തെളിവുകൾ കൊണ്ടുവരാൻ നമുക്ക് കഴിയും. പക്ഷെ അങ്ങനെയല്ലെന്ന് പറയാൻ ഒരു തെളിവിന്റെ കഷ്ണം പോലും കൊണ്ടുവരാൻ ഇല്ല. പിന്നെ എങ്ങനെ കൊണ്ടുവരും? അടുത്ത കാലത്താണല്ലോ മമ്പുറം നേർച്ച സമാപിച്ചത്. 4-5 ആഴ്ചകൾക്ക് മുമ്പാണ് കഴിഞ്ഞത്. അതിലങ്ങോട്ട് പോകാൻ കഴിയില്ലായിരുന്നു, അത്രയും തിരക്കായിരുന്നു. മമ്പുറം ആണ്ട് നേർച്ച നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. ആണ്ട് നേർച്ചയിലെ അനാചാരങ്ങളെ കുറിച്ച് മമ്പുറം സയ്യിദ് അലവി തങ്ങളോട് അന്ന് ഒരാൾ ഫത്വ ചോദിച്ചിട്ടുണ്ട്. നേർച്ചയിൽ അന്ന് മുട്ടും വിളിയൊക്കെ ഉണ്ടാവുമല്ലോ, പെട്ടിവരവ് ഉണ്ടാവുമല്ലോ, അത് ഇസ്ലാമികമായി ശരിയാണോ എന്ന് മമ്പുറം സയ്യിദ് അലവി തങ്ങളോട് ഒരാൾ ഫത്വ ചോദിക്കുന്നുണ്ട്. അദ്ദേഹമാണ് അന്ന് നമ്മുടെ നാട്ടിലെ മുഫ്തി. അതുകൊണ്ടാണ് ആ ചോദ്യം ചോദിക്കുന്നത്. ആ ചോദ്യത്തിന് മമ്പുറം തങ്ങൾ കൊടുക്കുന്ന ഒരു മറുപടിയുണ്ട്. 25 പേജുകളുള്ള ഒരു മറുപടിയാണ്. അത് ഇന്നും കണ്ണൂരിലെ അറക്കൽ രാജകുടുംബത്തിന്റെ തറവാട്ടിൽ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. അതിൽ അദ്ദേഹം പറയുന്നുണ്ട് എന്താണ് ഇസ്ലാമിലെ നേർച്ച എന്ന്. ഇസ്ലാമിലെ ഏത് പ്രകാരമുള്ള നേർച്ച മാത്രമാണ് അനുവദനീയമെന്ന് മമ്പുറം സയ്യിദ് അലവി തങ്ങൾ കൃത്യമായി വിശദീകരിക്കുന്നുണ്ട്. CN അഹമ്മദ് മൗലവിയും KK മുഹമ്മദ് അബ്ദുൽ കരീം മാഷും എഴുതിയിട്ടുള്ള മഹത്തായ മാപ്പിള സാഹിത്യ പാരമ്പര്യം എന്നൊരു പുസ്തകമുണ്ട്. ഇന്നും വാങ്ങാൻ കിട്ടുന്ന ഒരു പുസ്തകമാണ്. ആ പുസ്തകത്തിൽ ഈ ഫത്വ മുഴുവനായും കൊടുത്തിട്ടുണ്ട്. അതിൽ വായിച്ചാൽ മനസ്സിലാകും എന്താണ് മമ്പുറം തങ്ങളുടെ ആദർശമെന്ന്. ഇങ്ങനെയാണ് കേരള മുസ്ലിങ്ങളുടെ നവോത്ഥാന ചരിത്രം ആരംഭിക്കുന്നത്. അവിടുന്നാണ് തുടങ്ങേണ്ടത്. മമ്പുറം സയ്യിദ് അലവി തങ്ങൾ, അദ്ദേഹത്തിന്റെ മകൻ സയ്യിദ് ഫദൽ പൂക്കോയ തങ്ങൾ ബ്രിട്ടീഷുകാർക്കെതിരെ തീവ്രമായ പരിശ്രമങ്ങൾ നടത്തിയ ഒരാളായിരുന്നു, വാപ്പയെ പോലെ തന്നെ. പക്ഷേ ബ്രിട്ടീഷുകാർ അദ്ദേഹത്തെ നാടുകടത്തി. അദ്ദേഹത്തെ മാത്രമല്ല, മമ്പുറം തങ്ങൾ കുടുംബത്തെ മുഴുവനും ഇവിടെ നിന്ന് നാടുകടത്തി. നിങ്ങൾ ആലോചിച്ചു നോക്കൂ, നമ്മുടെ ഒരു പാഠപുസ്തകത്തിലും നമ്മളിത് വായിച്ചിട്ടില്ല. നമ്മൾ പഠിച്ച ഒരു ചരിത്ര പുസ്തകത്തിലും നമ്മളിത് കണ്ടിട്ടില്ല. സ്വദേശാഭിമാനി രാമകൃഷ്ണ പിള്ളയെ നാടുകടത്തിയത് നമ്മൾ കേട്ടിട്ടുണ്ട്, അല്ലെ? എവിടെ നിന്നാ? ചങ്ങനാശ്ശേരിയിൽ നിന്ന്. എങ്ങോട്ട്? കണ്ണൂരിലേക്ക്. കേരളത്തിന്റെ ഒരറ്റത്തിൽ നിന്ന് മറ്റൊരറ്റത്തേക്ക് നാടുകടത്തപ്പെട്ട രാമകൃഷ്ണ പിള്ളയെക്കുറിച്ച് നമ്മുടെ ചരിത്ര പുസ്തകങ്ങളിലൊക്കെ കാണാനുണ്ട്. പക്ഷേ തിരൂരങ്ങാടിയിൽ നിന്ന് തുർക്കിയിലേക്ക് നാടുകടത്തപ്പെട്ട ഒരു പാവം കുടുംബത്തിന്റെ ചരിത്രം നമ്മുടെ ചരിത്ര പുസ്തകങ്ങളിലൊന്നും കണ്ടിട്ടില്ല. ശ്രദ്ധയോടുകൂടി അശ്രദ്ധമാക്കപ്പെട്ട, വളരെ തന്ത്രപൂർവം മറച്ചുവെക്കപ്പെട്ട ചരിത്രമാണ് മമ്പുറം തങ്ങൾ കുടുംബത്തിന്റെ ചരിത്രം. പക്ഷേ അവരെ ആദരിക്കുവാൻ അവിടെ ആളുണ്ടായിരുന്നു. ഇവിടെ നിന്ന് അവരെ നാടുകടത്തുകയാണ് ചെയ്തതെങ്കിൽ തുർക്കിയിൽ അവരെ കൈ നീട്ടി കാത്തിരിക്കുവാൻ ആളുകളുണ്ടായിരുന്നു. മമ്പുറം സയ്യിദ് ഫദൽ പൂക്കോയ തങ്ങൾ നേരെ ചെന്ന് കയറുന്നത് തുർക്കിയിലെ രാജാവിന്റെ ഉപദേശി എന്ന പദവിയിലേക്കാണ്. അറിയോ നിങ്ങൾക്ക്? വലിയ ഒരു പദവിയിലേക്കാണ് അദ്ദേഹം ഇവിടുന്ന് കയറിപ്പോകുന്നത്. മാത്രമല്ല, അന്ന് ശക്തമായിരുന്ന വഹാബി മൂവ്മെന്റിന്റെ നവോത്ഥാന പ്രസ്ഥാനം ലോകം മുഴുവനും അലയടിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സന്ദർഭമാണത്. അന്ന് ആ പ്രസ്ഥാന പ്രവർത്തനത്തിൽ റഷീദ് റിളയുടെയും മുഹമ്മദ് അബ്ദയുടെയും കൂടെ തോളിൽ കൈവച്ചുകൊണ്ട് നവോത്ഥാന പ്രവർത്തനത്തിൽ നിറഞ്ഞു നിന്ന ആളാണ്, വ്യക്തിത്വമാണ് മമ്പുറം സയ്യിദ് ഫദൽ പൂക്കോയ തങ്ങൾ. ഞാൻ ആ ചരിത്രത്തിലേക്ക് വിശദമായി പോകുന്നില്ല. ഞാൻ സൂചിപ്പിച്ചത് കേരളത്തിലെ നവോത്ഥാന ധാരയുടെ ഉറവ പൊട്ടിയൊഴുകുന്നത് മമ്പുറത്തിൽ നിന്നാണ്. പക്ഷെ അവിടെ തന്നെയാണ് കേരള നവോത്ഥാനത്തിന്റെ എല്ലാ അംശവും ചോർന്നു പോകുന്ന വിധത്തിൽ ആദർശപരമായ വൈകല്യങ്ങളിലേക്ക്, ച്യുതിയിലേക്ക് മുസ്ലിങ്ങൾ എത്തിക്കൊണ്ടിരിക്കുന്ന ദാരുണമായ കാഴ്ച നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നു. 3/4 നൂറ്റാണ്ട് കൊല്ലങ്ങൾക്ക് മുമ്പ്, അല്ലെങ്കിൽ 1.5 നൂറ്റാണ്ടുകൾ കൊല്ലങ്ങൾക്ക് മുമ്പ് കേരളത്തിലെ മുജാഹിദ് സംഘടനകള് സംഘടനാരൂപം പ്രാപിച്ചിട്ട് 90 വർഷത്തോളമായി. സംഘടനാരൂപം പ്രാപിക്കുന്നതിന് മുമ്പ് തന്നെ ആദർശപരമായ രൂപം പ്രാപിച്ചിട്ടുണ്ട്. അതാണ് മമ്പുറം തങ്ങൾ മുതലുള്ള ചരിത്രം. അങ്ങനെയാണെങ്കിൽ അത് 1.5 നൂറ്റാണ്ടിലേറെ കാലമായി. അത്രയും കൊല്ലങ്ങൾക്ക് മുമ്പ് സംഘടനാരൂപം പ്രാപിച്ചതിനു ശേഷം പ്രത്യേകിച്ചും മുജാഹിദുകൾ ഈ സമൂഹത്തോട് ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അന്നൊക്കെ അതിനെ ഇവിടെയുള്ള ആളുകൾ എതിർത്തു. അക്ഷരം പഠിക്കണമെന്ന് പറഞ്ഞു, അതിനെ ആളുകൾ എതിർത്തു. നമ്മുടെ യാഥാസ്ഥികരായ ആളുകൾ എതിർത്തു. ആശുപത്രിയിൽ പോകണമെന്ന് പറഞ്ഞു, അതിനെതിർത്തു. വല്ല അസുഖവും വന്നാൽ നേരെ പോകാറുള്ളത് പള്ളിയിലെ മൂലയുടെ അടുത്തേക്കാണ്. അദ്ദേഹം ഒന്ന് ഊതും, അല്ലെങ്കിൽ ഒരു നൂല് മന്ത്രിച്ചു കൊടുക്കും, അല്ലെങ്കിൽ ഒരു ഏലസ് കെട്ടിക്കൊടുക്കും. ഇതൊക്കെയാണ് ചികിത്സാ രീതി. അതല്ല ചികിത്സാ രീതി എന്നും, അക്ഷരം പഠിക്കണമെന്നും, ആശുപത്രിയിലേക്ക് പോകണമെന്നും, പള്ളിയിലേക്ക് പോകണമെന്നും, പള്ളിക്കൂടത്തിലേക്ക് പോകണമെന്നും
സ്ത്രീകളെ പള്ളിയിലേക്ക് പറഞ്ഞയക്കണമെന്നും സ്ത്രീകളെ പള്ളിക്കൂടത്തിലേക്ക് വിടണമെന്നും ഒക്കെ മുജാഹിദുകൾ അന്ന് പറഞ്ഞു. യതീംഖാന തുടങ്ങി. നേരത്തെ ഇവിടെ പറഞ്ഞല്ലോ, 1920-കളില് വസൂരി പിടിപെട്ട ആ സമയത്ത് ഒരുപാട് മക്കൾ അനാഥരായി. മുസ്ലിങ്ങളുടെ കുട്ടികൾ മാത്രമല്ല, എല്ലാവരുടെയും കുട്ടികള്. ആ മക്കളെ മുഴുവനും തോളിൽ കൈവച്ചുകൊണ്ട് മഹാനായ MK ഹാജി കൊണ്ടുപോയത് സ്വന്തം വീട്ടിലേക്കായിരുന്നു. അതാണ് പിന്നെ തിരൂരങ്ങാടി യതീംഖാനയായി മാറിയത്. അവിടെ മുസ്ലിങ്ങൾ മാത്രമൊന്നല്ല പഠിച്ചിരുന്നത്. നിങ്ങൾക്കറിയില്ലേ, പിന്നീട് MLA പോലും ആയി തീർന്ന, PSC മെമ്പറായിരുന്ന KP രാമൻ മാസ്റ്റർ, മുസ്ലിം ലീഗിന്റെ MLA ആയിരുന്നു അദ്ദേഹം, KP രാമൻ മാസ്റ്റർ. ആ KP രാമൻ മാസ്റ്റർ തിരൂരങ്ങാടി യതീംഖാനയിലെ പൂർവ്വ വിദ്യാർത്ഥിയായിരുന്നു. MK ഹാജിയുടെ തലോടൽ കണ്ട് വളർന്ന, KM മൗലവിയുടെ ഉപദേശങ്ങൾ സ്വീകരിച്ചുകൊണ്ട് വളർന്നു വന്ന പ്രസിദ്ധനായ രാഷ്ട്രീയ നേതാവായി മാറിയ KP രാമൻ മാസ്റ്റർ തിരൂരങ്ങാടി യതീംഖാനയുടെ സന്തതിയായിരുന്നു. അങ്ങനെ യതീംഖാന ആരംഭിച്ചു 1920-കളുടെ ശേഷം. 1920-കളുടെ ഉടനെ തന്നെയാണ് JDT ഇസ്ലാം യതീംഖാനയും ആരംഭിക്കുന്നത്. അതിന്റെ പിന്നിൽ പ്രവർത്തിച്ചത് മുഹമ്മദ് അബ്ദുറഹിമാൻ എന്ന വീര കേരളത്തിന്റെ ധീരപുത്രനാണ്. കൊടുങ്ങല്ലൂരിലെ എറിയാട് എന്ന പ്രദേശത്തെ ഏറ്റവും വലിയ സമ്പന്ന കുടുംബത്തിലെ അംഗമായിരുന്നു മുഹമ്മദ് അബ്ദുറഹിമാൻ. 25,000 രൂപ അന്ന് വാർഷിക വരുമാനമായിട്ട് നാളികേരം കിട്ടുന്ന തറവാടാണ് ആ തറവാട്. പക്ഷെ ആ മുഹമ്മദ് അബ്ദുറഹിമാൻ ഈ ലോകത്തിൽ നിന്ന് വിട പറയുമ്പോ ആകെ ഉണ്ടായിരുന്നത് ഒരു കണ്ണടയും, ഒരു കോട്ട് വസ്ത്രവും, ഒരു തുകൽ തൊപ്പിയും, 2 പേനകളും മാത്രമായിരുന്നു. വേറൊന്നും ഉണ്ടായിരുന്നില്ല. എല്ലാം ഈ സമുദായത്തിന് വേണ്ടി കൊടുത്തു. ഈ സമുദായത്തെ ഉയർത്തിക്കൊണ്ടുവരാൻ വേണ്ടി ത്യാഗ പരിശ്രമങ്ങൾ നടത്തി. എല്ലാം വിറ്റുതൊലച്ചു. ഭൗതികമായ അർത്ഥത്തിൽ മുഹമ്മദ് അബ്ദുറഹിമാൻ ഏറ്റവും വലിയൊരു പരാജയമായിരുന്നു. പക്ഷേ മുഹമ്മദ് അബ്ദുറഹിമാൻ എന്ന ജീവിതം മുസ്ലിംകൾ ഈ ലോകത്ത്, ഈ നാട്ടിൽ ജീവിച്ചെടുക്കുന്നോളം കാലം ഓർമ്മിക്കപ്പെടുന്നൊരു പേരാണ്. ഇടശ്ശേരിയെ കുറിച്ച് നേരത്തെ നമ്മൾ പറഞ്ഞില്ലേ, ആ ഇടശ്ശേരിയുടെ ഒരു വരിയുണ്ട്. പാടിടട്ടെ സുസ്വതന്ത്ര കണ്ഠമുയർത്തേ ഞങ്ങൾ, പാടലമാം നിന്റെ കീർത്തി തലമുറകൾക്കായി, എങ്കിലെന്തി ഹർഷബിന്ദു തങ്കുമോ നിൻ കാതിൽ, മംഗളാത്മനെ മുഹമ്മദ് അബ്ദുറഹിമാനെ. ഇടശ്ശേരിയുടെ വരികളാ. പാടിടട്ടെ സുസ്വതന്ത്ര, സ്വാതന്ത്ര്യത്തിന് വേണ്ടി അടരാടിയ മുഹമ്മദ് അബ്ദുറഹിമാനോട് പറയാ, ഞങ്ങളിപ്പോൾ സ്വതന്ത്രരാണ്. ആ സ്വാതന്ത്ര്യത്തിന്റെ മധുരം അനുഭവിക്കാൻ അബ്ദുറഹിമാനെ താങ്കൾ ഞങ്ങളുടെ കൂടെയില്ലെങ്കിലും വരാനിരിക്കുന്ന തലമുറകൾക്ക് ആരാണ് മുഹമ്മദ് അബ്ദുറഹിമാൻ എന്ന് ഞങ്ങൾ പറഞ്ഞു കൊടുക്കാമെന്നാണ് ഇടശ്ശേരിയുടെ വാക്ക്. ആ മുഹമ്മദ് അബ്ദുറഹിമാന്റെ പ്രസ്ഥാനമാണ് കേരളത്തിലെ മുജാഹിദ് പ്രസ്ഥാനം. ആ KM മൗലവിയുടെ പ്രസ്ഥാനമാണ് മുജാഹിദ് പ്രസ്ഥാനം. ആ MK ഹാജിയുടെ പ്രസ്ഥാനമാണ് മുജാഹിദ് പ്രസ്ഥാനം. ഈ മൊയ്തു മൗലവിയുടെ പ്രസ്ഥാനമാണ് മുജാഹിദ് പ്രസ്ഥാനം. അങ്ങനെ തുടങ്ങിയ മഹാരഥന്മാരായ പണ്ഡിത വ്യക്തിത്വങ്ങളുടെ ദീർഘദൃഷ്ടി നിറഞ്ഞ സ്വപ്നങ്ങളുടെ സാഫല്യമാണ് കേരളത്തിൽ ഉയർന്നു വന്ന നവോത്ഥാന ധാര. മുജാഹിദുകളെല്ലാം പറഞ്ഞപ്പോ അതിന് അന്ന് ആളുകൾ എതിർത്തു. യതീംഖാന തുടങ്ങിയപ്പോ എതിർത്തു, മദ്രസ തുടങ്ങിയപ്പോ എതിർത്തു, അക്ഷരം പഠിക്കണം എന്ന് പറഞ്ഞപ്പോ എതിർത്തു, ആശുപത്രി തുടങ്ങണം എന്ന് പറഞ്ഞപ്പോ എതിർത്തു. ആ ആളുകളൊക്കെ പിന്നെ ആ വാദങ്ങൾ തിരുത്തി. എതിർത്ത ആളുകളൊക്കെ അതിന്റെ പിറകെ വന്നു, വിദ്യാഭ്യാസം നേടാൻ തുടങ്ങി. ആശുപത്രികൾ അവര് തന്നെ നിർമ്മിക്കുന്ന അവസ്ഥയിലെത്തി. സ്ത്രീകൾക്ക് പള്ളിക്കൂടം വിലക്കിയ ആളുകള് സ്ത്രീകൾക്ക് പഠിക്കുവാൻ മാത്രമായി വലിയ കോളേജുകൾ സ്ഥാപിച്ചു. സ്ത്രീകളെ പള്ളിയിലേക്ക് പറഞ്ഞേക്കാൻ പാടില്ല എന്ന് പറഞ്ഞ ആളുകള് പള്ളിയുടെ തൊട്ടടുത്തേക്ക് പറഞ്ഞേക്കാൻ തുടങ്ങി. നമുക്ക് സന്തോഷമേ ഉള്ളൂ. ആരോട് നമ്മൾക്ക് വിരോധമല്ല. അവരെ നമ്മൾ പരിഹസിക്കുകയും വേണ്ട. അവർക്ക് കാര്യം മനസ്സിലായപ്പോ അവരത് സ്വീകരിച്ചു, അത്രയേ ഉള്ളൂ. സ്ത്രീകളെ പള്ളിയിലേക്ക് കൊണ്ടുപോകുക എന്നുള്ളത് അവരെ സംബന്ധിച്ചിടത്തോളം പ്രയാസമായിരിക്കും. കാരണം ഒരുപാട് കാലം അതിനെതിരെ അവർ പ്രസംഗിച്ചതാണ്. അതുകൊണ്ട് പരമാവധി കഴിയുന്ന വിധത്തിൽ പള്ളിയുടെ തൊട്ടടുത്ത് സ്ത്രീകൾക്ക് നിസ്കരിക്കാൻ പറ്റുന്ന രീതിയിലുള്ള സൗകര്യങ്ങൾ ഏർപ്പെടുത്തി. അതൊക്കെ സന്തോഷമുള്ള കാര്യമല്ലേ, അവരെ ആക്ഷേപിക്കേണ്ട കാര്യമൊന്നും അല്ല അത്. പക്ഷേ ഗുരുതരമായ ഒരു കാര്യം വേറെയുമുണ്ട്. അതെന്താണ്? മുജാഹിദുകൾ ആശുപത്രിയിൽ പോകണം എന്ന് പറഞ്ഞപ്പോ അതിനെ എതിർത്ത ആളുകൾ പിന്നീട് ആശുപത്രിയിൽ പോകാൻ തുടങ്ങി. അക്ഷരം പഠിക്കണം എന്ന് പറഞ്ഞപ്പോ അതിനെ എതിർത്ത ആളുകൾ ഇന്ന് അക്ഷരം പഠിക്കുന്നവരായി. സന്തോഷമേ ഉള്ളൂ. പക്ഷേ 1 നൂറ്റാണ്ടിലേറെ കൊല്ലമായി, കാലങ്ങളായി മുജാഹിദുകള് അക്ഷരത്തെക്കാളും ആശുപത്രിയെക്കാളും മദ്രസയെക്കാളും യതീംഖാനയെക്കാളും ഉച്ചത്തിൽ ഉറക്കെ ആർത്ത് വിളിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമുണ്ട്.
ചങ്ക് കീറി പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരാദർശമുണ്ട്. രാവെന്നോ പകലെന്നോ വ്യത്യാസമില്ലാതെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു വിഷയമുണ്ട്. അതെന്താണ്? അത് നേരത്തെ നമ്മൾ പറഞ്ഞതാ. അല്ലാഹുവേ എന്ന് വിളിക്കേണ്ടതിനു പകരം വേറെ ആരെയും നിങ്ങൾ വിളിക്കല്ലേ എന്ന ഒരു കാര്യം. പക്ഷേ അതിനു മാത്രം മാറ്റമില്ല. അന്ന് എങ്ങനെയാണോ എതിർക്കപ്പെട്ടത് അതിലേറൊന്നും എതിർക്കപ്പെടുന്നുണ്ട്. ശാസ്ത്രീയമായി എതിർക്കപ്പെടുന്നു, സംവിധാനങ്ങളോടെ, സാങ്കേതിക മികവോടെ ഇന്ന് എതിർക്കപ്പെടുന്നു. അതാണ് നമുക്ക് സങ്കടം. നിങ്ങൾ ആലോചിച്ച് നോക്കുന്ന സഹോദരന്മാരെ, ഒരാൾ നിസ്കരിച്ചില്ല എങ്കിൽ, നിസ്കാരത്തിൽ വീഴ്ച വരുത്തിയെങ്കിൽ അയാൾക്ക് നിസ്കരിക്കാത്തതിന്റെ കുറ്റേ കിട്ടുള്ളൂ, അല്ലെ? ഒരുപക്ഷെ അള്ളാഹു ഇത് പുറത്തു കൊടുത്തൊന്നും വരാം. അല്ലെങ്കിൽ ഒരാൾ നോമ്പ് നോറ്റില്ല എന്ന് വിചാരിക്കുക, ആ നോമ്പ് നോൽക്കാത്തതിന്റെ കുറ്റേ അയാൾക്ക് കിട്ടുള്ളൂ. ചിലപ്പോൾ അള്ളാഹ് അത് പുറത്തു കൊടുത്തൊന്നും വരാം. ഒരാൾ കളവ് പറഞ്ഞാൽ ആ കളവ് പറഞ്ഞതിന്റെ ശിക്ഷയാണ് അയാൾക്ക് കിട്ടുക. ഒരുപക്ഷെ അള്ളാഹ് അത് പുറത്തു കൊടുത്തൊന്നും വരാം. പക്ഷേ അല്ലാഹുവേ എന്ന് വിളിക്കേണ്ടതിന് പകരം വേറെ ആരെയെങ്കിലും ഒരാളെന്ന് വിളിച്ചു പോയാൽ അതോടുകൂടി അയാളുടെ നിസ്കാരവും അയാളുടെ നോമ്പും അയാളുടെ പ്രവർത്തനങ്ങളും അയാളുടെ ദാനധർമ്മവും അയാളുടെ സക്കാത്തും അയാളുടെ കർമ്മങ്ങളെല്ലാം നിഷ്ഫലമാകുന്നു. അതുകൊണ്ടാണ് ഈ വിഷയം ഇങ്ങനെ പറയുന്നത്. നമുക്ക് ഈ ലോകത്ത് പ്രത്യേകിച്ചൊരു ഗുണം അതുകൊണ്ടില്ല. പക്ഷെ ഇതാണ് സത്യം. എന്റെ സഹോദര സംഘടനകളിൽ ആളുകളോട് പറയാനുള്ളത്, നിങ്ങൾ ഈ പ്രസ്ഥാനത്തിലേക്ക് വരണമെന്നൊന്നും നമ്മൾ പറയണില്ല. നിങ്ങൾ അവിടെ തന്നെ നിന്നോളൂ. നിങ്ങൾ ഏതൊരു സംഘടനയിലാണോ അവിടെ തന്നെ നിന്നോളൂ. പക്ഷേ അല്ലാഹുവേ എന്ന് വിളിക്കേണ്ടതിന് പകരം നിങ്ങൾ വേറെ ആരെയും വിളിക്കരുത്. അതോടുകൂടി ജീവിതമാണ് നഷ്ടപ്പെടുന്നത്, ഒരായുസ് ആണ് വ്യർത്ഥമാകുന്നത്. അതാണ് തൗഹീദിന്റെ വിഷയം. ഈ ഒരു വിഷയമാണ് മുജാഹിദ് പ്രസ്ഥാനത്തിന് പറയാനുള്ളത്. ഇന്ന് കേരളത്തിൽ 2 മുജാഹിദ് പ്രസ്ഥാനങ്ങളുണ്ട്. സമൂഹത്തിന് കൃത്യമായി അതറിയാം. സമൂഹം അത് വിലയിരുത്തുകയും ചെയ്യുന്നുണ്ട്. 2 മുജാഹിദുകളെയും വിലയിരുത്തുന്നുണ്ട്, അല്ലേ? 10 വർഷങ്ങൾക്ക് മുമ്പ് മുജാഹിദ് പ്രസ്ഥാനത്തിൽ നിന്ന് അതിന്റെ യുവജന സംഘടനയെ പിരിച്ചുവിട്ടു, മുതിർന്ന നേതാക്കൾ പിരിച്ചുവിട്ടു. അങ്ങനെ പിരിച്ചുവിടാനുണ്ടായ കാരണം എന്തായിരുന്നു? യുവജന സംഘടന ഒരുപാട് സേവന പ്രവർത്തനങ്ങൾ ചെയ്യുന്നു എന്നുള്ളതായിരുന്നു. ഒന്നും ചെയ്യുന്നില്ല എന്ന് പറഞ്ഞിട്ട് യുവജന സംഘടനകളൊക്കെ പിരിച്ചുവിടാം, പക്ഷെ ഒരുപാട് ചെയ്യുന്നു എന്ന് പറഞ്ഞിട്ടാണ് അന്ന് പിരിച്ചുവിട്ടത്. പാവപ്പെട്ടവർക്ക് ആംബുലൻസ് സൗജന്യമായി കൊടുക്കുന്നു, പാവപ്പെട്ടവർക്ക് മരുന്ന് കൊടുക്കുന്ന മെഡിക്കൽ എയ്ഡ് സെന്റർ എന്നൊരു സ്ഥാപനം നടത്തുന്നു. അതുപോലെ ആളുകളെ ഹജ്ജിന് കൊണ്ടുപോകുന്നതിന് ഒരു സെല്ല് പ്രവർത്തിക്കുന്നു. ഇങ്ങനെ തുടങ്ങിയിട്ടുള്ള പ്രവർത്തനങ്ങൾ നടത്തി എന്ന കാരണം കൊണ്ട് യുവജന സംഘടനയെ പിരിച്ചുവിട്ടു. ആലോചിച്ച് നോക്കൂ നിങ്ങൾ, നമ്മുടെ കണ്ണുകൊണ്ട് കാണുന്ന മനുഷ്യന്മാരെ സഹായിച്ചു എന്ന കാരണം കൊണ്ട് സ്വന്തം യുവജന സംഘടനയെ, 40,000-ഓളം പ്രവർത്തകരുള്ള യുവജന സംഘടനയെ പിരിച്ചുവിട്ട ആളുകൾ ഇന്ന് കണ്ണുകൊണ്ട് കാണുന്ന മനുഷ്യന്മാരെ സഹായിച്ചു എന്നതിന്റെ പേരില് 10 കൊല്ലങ്ങൾക്ക് മുമ്പ് സ്വന്തം യുവജന സംഘടനയെ പിരിച്ചുവിട്ട ആളുകൾ ഇന്ന് കണ്ണുകൊണ്ട് കാണാൻ പറ്റാത്ത ജീവികള് സഹായിക്കുമോ ഇല്ലേ എന്ന വിഷയത്തില് പരസ്പരം കടിച്ചു കീറിക്കൊണ്ടിരിക്കുകയാണ്. എത്ര ദാരുണമായൊരവസ്ഥയാണത്. മനുഷ്യന്മാരെ കുറിച്ചൊന്നും പറയാനില്ല, ഈ കാണുന്ന ലോകത്തെക്കുറിച്ച് പറയാനില്ല, ഈ ലോകത്തിന്റെ പ്രശ്നങ്ങളെ കുറിച്ച് പറയാനില്ല. മനുഷ്യാവകാശ ദിനത്തിൽ പോലും കേരളത്തിലെ ഒരു പ്രസിദ്ധമായ പ്രദേശത്ത് ഒരു പ്രസംഗം നടത്തുന്നുണ്ട് ഒരാള്. അയാൾ പറയുന്നത് മുഴുവനും പരസ്പരമുള്ള തെറിവാക്കുകളാണ്, ആക്ഷേപങ്ങളാണ്. മനുഷ്യാവകാശത്തെക്കുറിച്ച് ഒരു വാക്കുപോലും അയാൾ പറഞ്ഞില്ല. ലോകത്തിലെ ഏറ്റവും വലിയ മനുഷ്യാവകാശത്തിന്റെ പ്രവാചകന്റെ മതത്തിന് വേണ്ടി ഉണ്ടാക്കിയിട്ടുള്ള ഒരു സ്റ്റേജിൽ വെച്ചിട്ട് മനുഷ്യാവകാശ ദിനത്തില് അതിന് പറ്റുന്ന ഒരായത്ത് പോലും അയാൾ പറഞ്ഞിട്ടില്ല. പരസ്പരം കടിച്ചു കീറുന്നു, പരസ്പരം ആക്ഷേപവാക്കുകൾ കൊണ്ട് തമ്മിൽ തല്ലുന്നു. എന്റെ പ്രിയപ്പെട്ട നാട്ടുകാരോട് പറയാനുള്ളത്, ആ മുജാഹിദുകളോട് ഈ മുജാഹിദുകൾക്കൊരു ബന്ധമില്ല. ഈ മുജാഹിദുകൾക്ക് വേറൊരു ബന്ധമാണുള്ളത്. അത് നേരത്തെ നമ്മൾ പറഞ്ഞ ഒരാശയധാരയുടെ ബന്ധമാണ്. മുഹമ്മദ് അബ്ദുറഹിമാൻ എന്ന ധീരനായ മനുഷ്യ സ്നേഹിയുമായുള്ള ബന്ധമാണ്. അബൂബക്കർ കാരക്കുന്ന് എന്ന ധീരനായ മറ്റൊരു മനുഷ്യ സ്നേഹിയുമായുള്ള ബന്ധമാണ്. MK ഹാജി എന്ന ധീരനായ ഒരു സാമൂഹിക പ്രവർത്തകനോടുള്ള ബന്ധമാണ്. KM മൗലവി എന്ന ധീരനായ ഒരു പണ്ഡിതനോടുള്ള ബന്ധമാണ്. മമ്പുറം തങ്ങളി എന്ന ധീരനായ ഒരു രാജ്യസ്നേഹിയോടുള്ള ബന്ധമാണ്. ആ ബന്ധമാണ് ഞങ്ങളെ ഇത്ര ഊക്കിൽ സംസാരിക്കുവാനും ഇത്ര ഉണർവിൽ നിന്നുകൊണ്ട് പ്രസംഗിക്കുവാനും ഇത്ര സ്നേഹത്തോടുകൂടി നിങ്ങളോട് സംവദിക്കുവാനും ഞങ്ങൾക്ക് കെൽപ്പ് തരുന്ന ചരിത്രം അതാണ്. അതുകൊണ്ട് ഈ പ്രസ്ഥാനത്തെ നിങ്ങൾ തിരിച്ചറിയണം. ഈ പ്രസ്ഥാനത്തെ നിങ്ങൾ തിരിച്ചറിയണമെന്ന് മാത്രമല്ല, ഈ പ്രസ്ഥാനം സമൂഹത്തിന് കൈമാറുന്ന സ്നേഹത്തിന്റെ, മനസ്സിന്റെ ആഴങ്ങളിൽ നിന്നുള്ള ആഹ്ലാദം അനുഭവിക്കുന്ന ആദർശത്തിന്റെ സന്ദേശമാണ് തൗഹീദിന്റെ സന്ദേശം. അത് തിരിച്ചറിയുവാൻ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട്
അഭ്യർത്ഥിച്ചുകൊണ്ട് എന്റെ വാക്കുകൾ ഞാൻ ഉപസംഹരിക്കുന്നു. ആദ്യം നമ്മൾ പറഞ്ഞ ഒരു പോയിന്റിലേക്ക് ഒന്നുകൂടി തിരിച്ചു വരാം. അതിതാണ്, ഇസ്ലാം എന്നതൊരു വെളിച്ചമാണ്. ഒരുപാട് വെളിച്ചങ്ങളുടെ നടുവിൽ നിൽക്കുന്ന മനുഷ്യനോട് യഥാർത്ഥ വെളിച്ചത്തെക്കുറിച്ചാണ് ഖുർആൻ പറയുന്നത്. ആ വെളിച്ചത്തെക്കുറിച്ചുള്ള അന്വേഷണങ്ങളാണ് ലോകം മുഴുവനും. ആ വെളിച്ചത്തെക്കുറിച്ചുള്ള അന്വേഷണങ്ങൾ, അതിലേക്കുള്ള സഞ്ചാരം, മനുഷ്യർ ഇസ്ലാമിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നു, ഇസ്ലാമിനെ പുൽകിക്കൊണ്ടിരിക്കുന്നു. ഇസ്ലാമാണ് പരമമായ യാഥാർത്ഥ്യമെന്ന് തിരിച്ചറിയുന്നു. ഇസ്ലാമിനെതിരെ ഏറ്റവും കൂടുതൽ പ്രചാരമുള്ള സമയത്തും ഇസ്ലാം വളർന്നുകൊണ്ടിരിക്കുന്നു. കാറ്റ് സ്റ്റീവൻസിനെ നിങ്ങൾ കേട്ടിട്ടില്ലേ? ലോകമറിയുന്ന പാട്ടുകാരനായിരുന്നു അദ്ദേഹം. അദ്ദേഹത്തിന്റെ 24ാമത്തെ ജന്മദിനത്തിൽ അനുജൻ ഫെർണാഡോ കൊടുത്ത വിശുദ്ധ ഖുർആനിന്റെ ഒരു ഇംഗ്ലീഷ് പരിഭാഷയാണ് കാറ്റ് സ്റ്റീവൻസ് എന്ന പാട്ടുകാരന്റെ ജീവിതത്തിൽ വെളിച്ചത്തിന് കാരണമായത്. അദ്ദേഹം ഖുർആൻ ഒന്ന് മറിച്ചു നോക്കിയതാണ്. അപ്പോഴാണ് 1-ാം അധ്യായം കാണുന്നത്, സൂറ അൽ ഫാത്തിഹ. അതിന്റെ 2ാമത്തെ വചനം അദ്ദേഹം വെറുതെ ഒന്ന് വായിച്ചതാ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. All the praises due to God, Lord of the universe. എല്ലാ സ്തുതികളും ദൈവത്തിന്, എല്ലാവരുടെയും ദൈവത്തിന്. അദ്ദേഹം ആലോചിക്കണം, എല്ലാവരുടെയും ദൈവം. അങ്ങനെ ഒരു ദൈവം ഉണ്ടാവും. ക്രിസ്ത്യാനികളുടെ ദൈവം, മുസ്ലിംകളുടെ ദൈവം, ഇങ്ങനെ ഓരോരുത്തരുടെ ദൈവത്തെ കുറിച്ചാണ് കേട്ടത്. പക്ഷെ ആദ്യമായാണ് എല്ലാവരുടെയും ദൈവത്തെ കാണുന്നത്. അതാണ് അദ്ദേഹത്തെക്കുറിച്ച്, അദ്ദേഹത്തിനുള്ള അന്വേഷണങ്ങളുടെ, ഇസ്ലാമിലേക്കുള്ള അദ്ദേഹത്തിന്റെ എത്തിച്ചേരലിലേക്ക് വരെ നയിച്ച അന്വേഷണങ്ങളുടെ ആരംഭം അവിടെയായിരുന്നു. യൂസുഫ് അൽ ഇസ്ലാം എന്ന പേര് സ്വീകരിച്ച് അദ്ദേഹം ഇസ്ലാമിലേക്ക് കടന്നു വന്നു. I was not a Muslim, but I felt that the only answer for me was the Quran. God has sent it to me. അദ്ദേഹം ഖുർആനെ കുറിച്ച് പറഞ്ഞതാണ്. മുസ്ലിം ഒന്നും അല്ലാത്ത കാലത്ത് ഞാൻ ഖുർആൻ വായിക്കാൻ തുടങ്ങിയത്. പക്ഷെ എനിക്കൊരു കാര്യം മനസ്സിലായി, എന്റെ ചോദ്യങ്ങൾക്കുള്ള ഉത്തരമാണ് ഖുർആനിലുള്ളത് എന്ന്. I was not a Muslim, but I felt that the only answer for me was the Quran. God has sent it to me. എന്റെ ചോദ്യങ്ങൾക്കുള്ള ഉത്തരമാണ് ഖുർആൻ. ഓരോ രാത്രിയും എന്റെ മനസ്സിൽ ഓരോ ചോദ്യങ്ങൾ ഉണ്ടാകും, സന്ദേഹങ്ങൾ ഉണ്ടാകും. ഖുർആൻ എടുത്ത് മറിച്ചു നോക്കുമ്പോ അതിനുള്ള ഉത്തരം ഉണ്ടാകും. കരയുന്ന ഒരു കുട്ടിക്ക് ആ കുട്ടിയുടെ അമ്മയുടെ ശബ്ദം എത്രമാത്രം വലിയ ആശ്വാസമാണോ, അതിലേറെ വലിയ ആശ്വാസമാണ് കരയുന്ന മനുഷ്യന്, അസ്വസ്ഥതയിൽ ജീവിക്കുന്ന മനുഷ്യന്, ടെൻഷൻ അടിക്കുന്ന മനുഷ്യന് ആ മനുഷ്യന്റെ രക്ഷിതാവിന്റെ ശബ്ദം. അങ്ങനെയാണ് അദ്ദേഹം തിരിച്ചറിയുന്നത്. ബ്രിട്ടനിലെ വളരെ പ്രസിദ്ധനായ ഒരു പുരോഹിതനുണ്ടായിരുന്നു. അദ്ദേഹം റോമില് വത്തിക്കാനിലെ പുരോഹിതനായിരുന്നു. ഒരിക്കൽ അദ്ദേഹം ഈജിപ്ത് സന്ദർശിക്കാൻ വേണ്ടി പോയി. ഈജിപ്ത് സന്ദർശിക്കുമ്പോൾ രാവിലെ പോയിട്ട് അദ്ദേഹം ഷൂ പോളിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് അവിടെ ഇരിക്കുന്ന ഒരു കുട്ടിക്ക് ഷൂ എടുത്തു കൊടുത്തു. ഷൂ പോളിഷ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ആ കുട്ടിയോട് അദ്ദേഹം ചോദിച്ചു, ഹൗ ആർ യു, എന്താണ് മോനെ നിന്റെ വർത്താനം എന്ന്. അപ്പൊ ആ കുട്ടി പറഞ്ഞു, അൽഹംദുലില്ലാ. അൽഹംദുലില്ലാ. ഇദ്ദേഹത്തിന് മനസ്സിലായില്ല എന്താണ് പറഞ്ഞത്. അദ്ദേഹം ആ വാക്കിനെ കുറിച്ച് അന്വേഷിച്ചു, എന്താണ് ഈ അൽഹംദുലില്ലാ. അദ്ദേഹത്തിന് മനസ്സിലായി, എല്ലാ സ്തുതികളും സാക്ഷാൽ ദൈവത്തിന്, അള്ളാഹുവിന്. പാവക്കുട്ടി വേഗം പ്രയാസം, അന്യന്റെ ആളുടെ ശൂടുമ്പോഴും അവരിൽ കഴിയുന്ന രാതികളെ എപ്പോഴുള്ളൂ. പക്ഷെ ഈ കുട്ടിക്ക് പറയാനുള്ളത് ദൈവത്തിന് സ്തുതിയാണ്. അൽഹംദുലില്ലാ എന്ന വാക്കിനെ കുറിച്ചുള്ള അന്വേഷണമാണ് അദ്ദേഹത്തെ ഇസ്ലാമിലേക്ക് കൊണ്ടുവന്നത്. അദ്ദേഹത്തെ ഇസ്ലാം ഷൂ പോളിഷ് ചെയ്യുന്ന കുട്ടിയുടെ നാവിൽ നിന്ന് കേട്ട അൽഹംദുലില്ലാ എന്ന വാക്കിന്റെ ഉറവിടം തേടിപ്പോയ ആ ക്രൈസ്തവ പൗരോഹിതനായി പിന്നീട് ഇസ്ലാമിലേക്ക് കടന്നു വന്ന ഇദ്രീസ് തൗഫീഖാണ്. പാലക്കാട്ട് നിങ്ങൾ വരുമെങ്കിൽ അയാളെ നമ്മൾക്ക് നേരിൽ കാണാം ഇൻഷാ അല്ലാഹ്. ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. ഈ വെളിച്ചം തിരിച്ചറിയേണ്ട ആളുകളാണ് നമ്മൾ. ദൈവത്തെക്കുറിച്ചുള്ള അന്വേഷണങ്ങൾ, അള്ളാഹു എന്ന പ്രതീക്ഷ, അള്ളാഹുവിനെ കുറിച്ചുള്ള പ്രത്യാശ, അള്ളാഹുവിനെ കുറിച്ചുള്ള ആശ്രയബോധം, അത് കൈവിടാതെ കാക്കുവാൻ നമുക്ക് കഴിയുമാറാകട്ടെ. പരലോകമെന്ന ഭയം, പരലോകമെന്ന പേടി നമ്മുടെ ജീവിതത്തെ സ്വാധീനിക്കട്ടെ. വരാനിരിക്കുന്ന ഒരു വിചാരണയുടെ ദിവസം സംഭവിക്കാനുള്ളതാണ് എന്ന ഓർമ്മ നമ്മുടെ രഹസ്യവും പരസ്യവുമായ ജീവിതത്തെ മുഴുവനും നന്നാക്കട്ടെ. നമ്മുടെ ജീവിതത്തെ മുഴുവനും നന്നാക്കട്ടെ. പരലോകമെന്ന ഒരു വിശ്വാസം നമ്മുടെ ജീവിതത്തെ സ്വാധീനിക്കുന്ന ഒന്നാണ്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ, ഗർഭപാത്രത്തിലിരിക്കുന്ന ഒരു കുട്ടിയോട് നമ്മൾ ചെന്ന് പറയാണ്, മോനെ ഇതല്ല കേട്ടോ ലോകം, 9 മാസം കഴിഞ്ഞാൽ നീ പുറത്തേക്ക് പോകും, അവിടെ സൂര്യനുണ്ട്, ചന്ദ്രനുണ്ട്, നക്ഷത്രങ്ങളുണ്ട്, മരങ്ങളുണ്ട്, ഉമ്മയുണ്ട്, ഉപ്പയുണ്ട്, അച്ഛനുണ്ട്, അമ്മയുണ്ട് എന്നൊക്കെ ആ കുട്ടിയോട് പറഞ്ഞാല് ആ കുട്ടി അത് വിശ്വസിക്കൂല.
എന്തുകൊണ്ട്? ഗർഭപാത്രമേ ലോകം ഉള്ളൂ എന്നാണ് ആ കുട്ടി വിചാരിച്ചത്. പക്ഷെ 9 മാസം കഴിഞ്ഞപ്പോ അവന് മനസ്സിലായി ആ പറഞ്ഞത് സത്യമാണ് എന്ന്. അല്ലേ? അങ്ങനെ മാതാവിന്റെ ഗർഭപാത്രത്തിൽ നിന്ന് പുറത്തേക്ക് വന്ന എന്നോടും നിങ്ങളോടുമാണ് മതം പറയുന്നത് ഇവിടെയും തീരുന്നില്ല, ഇനിയും പോകും. ഇത് പ്രവർത്തനങ്ങൾ ചെയ്യാനുള്ള ലോകമാണ്. വിചാരണയുടെ ലോകം ഇനിയും വരാനുണ്ട്. അത് മനുഷ്യന്മാര് വിശ്വസിച്ചില്ല എന്ന് കൂട്ടുക. വിശ്വസിച്ചിട്ടില്ലെങ്കിൽ ആർക്കാണ് നഷ്ടം? വിശ്വസിക്കാത്ത ആൾക്കല്ലേ നഷ്ടം. ഇത് പറഞ്ഞു കൊടുക്കുന്ന ആൾക്ക് വല്ല നഷ്ടമുണ്ടോ? ഒരു നഷ്ടമില്ല. കണ്ണ് കാണാത്ത ഒരാളോട് നമ്മൾ ചെന്നിട്ട് പറയാണ് പാലിന്റെ നിറം വെളുപ്പാണ്, കാക്കയുടെ നിറം കറുപ്പാണ് എന്നൊക്കെ പറയുമ്പോ അയാളത് വിശ്വസിക്കണം. വിശ്വസിച്ചിട്ടില്ലെങ്കിൽ ആർക്കാണ് നഷ്ടം? ഈ പറഞ്ഞു കൊടുക്കുന്ന ആൾക്ക് വല്ല നഷ്ടമുണ്ടോ? ആ വിശ്വസിക്കാത്ത ആൾക്കാണ് നിറം അല്ലെങ്കിൽ കളർ എന്ന ഒരു വിജ്ഞാനം നഷ്ടപ്പെടുക. അങ്ങനെയാണെങ്കിൽ ഈ ലോകത്ത് നമ്മൾ കാണാത്ത കുറെ സംഗതിയുണ്ട്. അത് കാണുന്നവരാണ് പ്രവാചകന്മാർ. അതാണ് വഹി എന്ന് പറയുന്നത്. ആ വഹിയാണ് വേദഗ്രന്ഥം. ആ വേദഗ്രന്ഥം നമ്മളോട് പറയുന്നു, കണ്ണ് കാണാത്ത നമ്മളോട് കണ്ണ് കാണുന്ന പ്രവാചകന്മാർ പാലിന്റെ നിറം വെളുപ്പാണ് എന്ന് കണ്ണ് കാണാത്തവനോട് കണ്ണ് കാണുന്നവൻ പറയുന്നത് പോലെ, കാക്കയുടെ നിറം കറുപ്പാണ് എന്ന് പറയുന്ന പോലെ കണ്ണ് കാണാത്ത നമ്മളോട് പറയുന്നു. പലതും അറിയാത്ത, പലതും അറിയാൻ കഴിയാത്ത എന്നോടും നിങ്ങളോടും വന്ന് പ്രവാചകന്മാർ പറയുന്നു ഇനിയൊരു ലോകം വരാനുണ്ട്. അതാണ് പരലോകം. ചില ഭക്ഷണം നമ്മൾ കഴിക്കാറില്ല, രോഗം വരുന്നുള്ളതുകൊണ്ട്. എണ്ണ ഭക്ഷണം വേണ്ട, കൊളസ്ട്രോളാന്ന് പറയും. അരി ഭക്ഷണം വേണ്ട, വയറ് ചാടും എന്ന് പറയും. നമ്മൾ ഒറ്റയ്ക്ക് ഇരിക്കുമ്പോഴും കഴിക്കൂല. നല്ല കൊളസ്ട്രോൾ ഉള്ള ഒരാള് വീട്ടിൽ തനിച്ചാണ് എങ്കിലും ആരുമില്ലെങ്കിലും അയാൾ മാത്രമേ ഉള്ളൂ എങ്കിലും നല്ല എണ്ണ ഭക്ഷണം ഉണ്ടെങ്കിൽ അയാൾ കഴിക്കൂല. എന്തേ കഴിക്കാതിരിക്കാനുള്ള കാരണം? അത് കഴിച്ചാലുള്ള അപകടം അയാൾക്ക് അറിയാം. അതുകൊണ്ട് അല്ലേ? വരാനിരിക്കുന്ന രോഗങ്ങളെ പേടിച്ചുകൊണ്ട് ചില ഭക്ഷണങ്ങളെ നമ്മൾ ഒഴിവാക്കുന്നുണ്ട് എങ്കിൽ വരാനിരിക്കുന്ന ഒരു ലോകത്തെ പേടിച്ചുകൊണ്ട് ചില പാപങ്ങളെ നമ്മൾ ഒഴിവാക്കണമെന്നാണ് മതം പറയുന്നത്. ഒറ്റക്കാകുമ്പോഴും ചെയ്യരുത് എന്ന് പറയുന്നു. ഒറ്റക്കാകുമ്പോഴും ചില ഭക്ഷണം നമ്മൾ കഴിക്കാത്തതുപോലെ ഒറ്റക്കാകുമ്പോഴും പാപങ്ങളിലേക്ക് വഴുതി പോകരുത് എന്ന് മതം പറയുന്നു, ഇസ്ലാം പറയുന്നു. എത്ര ലളിതമാണ് ആ കാര്യം. അവസാനിപ്പിക്കുന്നു. എന്റെ 2 സുഹൃത്തുക്കൾ പറഞ്ഞ അനുഭവങ്ങൾ കൂടി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. ഒരു സുഹൃത്ത് മഞ്ചേരിയിലുള്ള ആളാ. അദ്ദേഹത്തിന്റെ വീട്ടിലേക്ക് ഒരാൾ വന്നൊരു ദിവസം എന്നിട്ട് ചോദിച്ചു, ഇത് ഇന്ന ആളുടെ വീടല്ലേ? അതെ ആണ്. നിങ്ങളുടെ വീട്ടിൽ ഒരു 2-3 കൊല്ലങ്ങൾക്ക് മുമ്പ് വല്ല കല്യാണമോ സൽക്കാരമോ എന്തെങ്കിലും നടന്നിരുന്നോ? ആ നടന്നിരുന്നു, എന്റെ അനുജന്റെ വിവാഹം നടന്നിരുന്നു. ആണല്ലേ? അന്ന് നിങ്ങള് ചിക്കൻ വാങ്ങിയിരുന്നത് മഞ്ചേരിയിലെ ഇന്ന കടയിൽ നിന്നായിരുന്നില്ലേ? അതെ ആണല്ലേ? ആ കടയുടെ ഉടമസ്ഥനാണ് ഞാൻ. ഈ അടുത്താണ് ഞങ്ങളുടെ തുലാസ് ഞങ്ങളൊരു പരിശോധനയ്ക്ക് വേണ്ടി കൊടുത്ത്. അപ്പോഴാണ് അറിയുന്നത് 150 ഗ്രാം കുറവായിട്ടാണ് കാണിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ അന്ന് നിങ്ങൾക്ക് വലിയൊരു സംഖ്യ നഷ്ടപ്പെട്ടിട്ടുണ്ടാവും. ആ പൈസ തരാൻ വേണ്ടി വന്നതാണ് എന്ന് പറഞ്ഞ് ഒരു നോട്ടുകെട്ട് അവിടെ വെച്ച് ആ വീട്ടുടമസ്ഥൻ അത് എണ്ണി നോക്കുന്നത് വരെ മാത്രം അവിടെ നിന്ന് ഒരു ചായ സൽക്കാരത്തിന് പോലും കാത്തു നിൽക്കാതെ ആ മനുഷ്യൻ തിരിച്ചുപോയി. ആ മനുഷ്യന്റെ ഉള്ളിലുള്ളത് എന്താണ്? അതാണ് പരലോകം എന്ന ബോധം. കണ്ണൂരിനടുത്ത കൂത്തുപറമ്പിലുള്ള എന്റെ ഒരു സുഹൃത്ത് പറഞ്ഞ അദ്ദേഹത്തിന്റെ ഉമ്മയുടെ അടുത്ത് ഉമ്മയുടെ അമ്മാവൻ ഒരു ദിവസം ഒരു സ്വർണ്ണ ചെയിന് കൊണ്ടുവന്നു കൊടുത്തു. അപ്പൊ ഉമ്മ പറയാണ്, എനിക്ക് സ്വർണ്ണ ചെയിനിന്റെ ആവശ്യമൊന്നുമില്ല, എനിക്ക് സ്വർണ്ണമുണ്ട്, ചെയിനുണ്ട് എന്ന് പറഞ്ഞു. അപ്പൊ അയാള് പറഞ്ഞു, അത് നിന്റെ സ്വർണ്ണ ചെയിനാണ്, എന്റേതോ? അതെ, നീ ചെറിയ കുട്ടിയായിരുന്ന സമയത്ത് നിന്റെ ഒരു മാല കാണാതെ പോയിരുന്നില്ലേ? ആ അതാണിത്. 10-47 കൊല്ലങ്ങൾക്ക് മുമ്പ് ഈ ഉമ്മ ചെറിയ പെൺകുട്ടിയായിരുന്ന സമയത്ത് ഒരു മാല മോഷണം പോയി. ഒരുപാട് ആളുകളെ സംശയിച്ച്, പക്ഷെ ഒരിക്കലും ഈ അമ്മാവനെ സംശയിച്ചിട്ടില്ല. പക്ഷെ അയാളായിരുന്നു അത് എടുത്തത്. എന്നിട്ട് 47 കൊല്ലങ്ങളുടെ ശേഷം അത് തിരിച്ചു കൊടുത്തിട്ട് അയാൾ പറയാണ്, ഈ കാര്യം നീ ആരോടെങ്കിലും പറഞ്ഞിട്ട് എന്നെ വഷളാക്കിയാലും എനിക്ക് പ്രശ്നമൊന്നുമില്ലട്ടോ. പക്ഷേ ഞാൻ ഇന്നലെ ഖുർആനിലൊരു ആയത്ത് കണ്ടു. ഈ അടുത്താണ് ഞാൻ ഖുർആൻ വായിക്കാനും പഠിക്കാനൊക്കെ തുടങ്ങിയത്. ഞാൻ ഇന്നലെ ഒരു ആയത്ത് പഠിച്ചു. ആ ആയത്ത് ഇങ്ങനെയാണ്, യൗമ ആ ദിവസം തുബിലസ്സറായിർ എല്ലാ രഹസ്യങ്ങളും പരസ്യമാക്കപ്പെടും. നമ്മുടെ ഉള്ളിൽ നിന്ന്, നമ്മുടെ ഇടയിൽ നിന്നുള്ള 2 ഉദാഹരണങ്ങളാണ് സൂചിപ്പിച്ചത്. ദൈവബോധവും പരലോകമെന്ന ബോധവും നമ്മുടെ ജീവിതത്തെ സ്വാധീനിക്കട്ടെ, നമ്മുടെ കർമ്മ മേഖലകളെ മുഴുവനും നന്നാക്കട്ടെ, നമ്മുടെ സ്വകാര്യവും പരസ്യവുമായ ജീവിതത്തെ മുഴുവനും ശുദ്ധീകരിക്കട്ടെ.
എത്ര കടുത്ത സാഹചര്യങ്ങളിലും പാപങ്ങളിലേക്ക് പോകാതെ തിന്മകളിലേക്ക് വഴുതാതെ ജീവിക്കുവാനുള്ള സന്നദ്ധത നമ്മുടെ ഈമാനിന്റെ കരുത്തുകൊണ്ട് നേടിയെടുക്കാൻ, സത്യവിശ്വാസത്തിന്റെ ഉൾക്കരുത്തുകൊണ്ട് നേടിയെടുക്കാൻ നമുക്ക് കഴിയട്ടെ. എത്ര ചതിക്കപ്പെട്ടാലും ഒരാളെയും ചതിക്കാതെ, എത്ര വഞ്ചിക്കപ്പെട്ടാലും ഒരാളെയും വഞ്ചിക്കാതെ, എത്ര പരിഹസിക്കപ്പെട്ടാലും ഒരാളെയും പരിഹസിക്കാതെ ജീവിത ശുദ്ധിയോടുകൂടി നിർവഹിച്ച് ഈ ആയുസ് നിർവഹിച്ചു തീർക്കുവാൻ ദയാലുവായ അള്ളാഹു നമുക്കെല്ലാവർക്കും അനുഗ്രഹം ചൊരിയട്ടെ എന്ന് പ്രാർത്ഥിച്ച് നിങ്ങൾക്കെല്ലാവർക്കും നന്മകൾ നേർന്നുകൊണ്ട് ഇത്ര ശ്രദ്ധയോടുകൂടി ഈ സംസാരം ശ്രവിച്ചതിന് മനസ്സിന്റെ ആഴങ്ങളിൽ നിന്നുള്ള കടപ്പാട് അറിയിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. അല്ലാഹുമ്മ സ്വല്ലി വസല്ലിം അലാ നബിയിക മുഹമ്മദ് വആലിഹി വഅസ്ഹാബിഹി വസല്ലം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.